ആ 23 10 സെന്റ് ഫുർഖാന് വേണ്ടി വഖഫ്. അങ്ങനെ ഉണ്ട് ഇച്ഛാശക്തി. നിങ്ങൾക്ക് തോന്നും വട്ടാണ് അല്ലേ? ഇത് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും അത് തോന്നുന്നുണ്ടാ മക്കൾ എണീറ്റ് മോനെ വട്ടാണോ എന്ന് തോന്നും. അല്ല, തഖ്വയാ, തവക്കുല, ഈമാനാണ്. അതുകൊണ്ട് കഴിഞ്ഞു. അവൻ 23 സെന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ളതിൽ നിന്ന് 10 സെന്റ് ദീനിന്റെ സ്ഥാപനത്തിന്, ബാക്കി 13 സെന്റ് മതി എനിക്ക് എന്റെ പടച്ചോൻ തരൂ. ഇവിടെ ഇരിപ്പുണ്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു പൊന്നുമോൻ ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പേര് ഞാൻ പറയുന്നില്ല. അവന് കിട്ടിയ നന്മകൾ അല്ലാഹു അവന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ പേര് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിപ്പുണ്ട്, മുഖം ഞാൻ കാണുന്നുണ്ട്. ഈ പരിശുദ്ധമായ സദസ്സിലിരിക്കുന്ന പൊന്നുമോൻ നേരത്തെ ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ കുളപ്പുറത്ത് പ്രസംഗത്തിന് വേണ്ടി വന്ന മോനാ. ആദ്യത്തെ ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ അവിടെ പറഞ്ഞതാ LICയുടെ എത്രയോ കോടിപതി സ്ഥാനമുള്ള പൊന്നുമോനാ. LICയുടെ പുറകിൽ നടന്ന് നിരവധി കോടിപതി സ്ഥാനം നേടി LICയുടെ വരുമാനം കൊണ്ട് നല്ല സമ്പന്നനായിട്ട് കഴിയുന്ന, നല്ല വാഹനത്തിലും സൗകര്യത്തിലും കഴിഞ്ഞ പൊന്നുമോനാ. പലിശയ്ക്കകത്ത് കെട്ടിമറിയുന്ന LICയിലെ പലിശയുടെ ഭീകരതയെ കുറിച്ച് മാതാവിനോട് വ്യഭിചരിക്കുന്നതിനേക്കാളും കഠിനമായ തെറ്റാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ആ പൊന്നുമോനുള്ള മറ്റെല്ലാ സ്വഭാവത്തിന്റെ കുഴപ്പങ്ങളും നിർത്തി. അതുമാത്രമല്ല, മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. തെറ്റാവാൻ, ഹറാമാകാൻ സാധ്യതയുള്ള മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ആൽബത്തിൽ അഭിനയിക്കൽ ഉൾപ്പെടെയുള്ള പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്ന പൊന്നുമോൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനായ ലത്തീഫ് മുസ്ലിയാരുടെ കൂടെ അദ്ദേഹവും ഇവിടെ ഇരിപ്പുണ്ട്. പിറ്റേ ദിവസം എന്നെ വന്ന് കാണുകയാണ്. കണ്ടിട്ട് പറയുന്നു, ഇച്ഛാശക്തിയാണ്. അള്ളാഹു ഹൃദയാന്തരാളങ്ങളിൽ ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണത്. അള്ളാഹുവേ, നീ അത് നിലനിർത്തണം തമ്പുരാനെ. ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പൊന്നുമോൻ വന്ന് പറഞ്ഞു, ഞാൻ LICയുമായിട്ടുള്ള മുഴുവൻ ബന്ധവും വേർപെടുത്താൻ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ സ്വലാത്ത് എനിക്ക് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞതാ. എനിക്കത് ചൊല്ലാൻ വേണ്ടി ഒരു പ്രത്യേകമായ ഇജാസത്ത് താ. ആ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു പൊന്നുമോനോട്. അവന്റെ ബന്ധങ്ങളെല്ലാം നിർത്തി. കുറെ എനിക്ക് പക്ഷേ LICയിൽ നിന്ന് ലക്ഷങ്ങളുടെ ബന്ധമുള്ള പൊന്നുമോൻ അത് ഇട്ടിട്ട് പെട്ടെന്ന് വിട്ടുകളയുമെന്ന് എനിക്കൊരിക്കലും അത് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാന് കോഴിക്കോട് മുക്കത്ത് ഹൈ ലൈഫ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ കൈനിറയെ കൊണ്ടുവന്ന ബിഗ് ഷോപ്പറുകളിൽ എന്റെ പൊന്നുമോൻ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാം നിർത്തി, എല്ലാ പരിപാടിയും നിർത്തി. LICയോട് ബന്ധപ്പെട്ട് ഹറാമായ സർവ്വതും ഞാൻ നിർത്തി. ഹലാലാണെന്ന് പൂർണ്ണബോധ്യമുള്ള പൈസ കൊണ്ട് ഞാൻ ബേക്കറിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി തുടങ്ങി. എന്റെ ആ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് നിർമ്മിച്ച സാധന ഉസ്താദിനെ തിന്നാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അൽഹംദുലില്ലാഹ്, പലിശയിൽ നിന്ന് പൂർണ്ണമായി അകന്നു. അവൻ ബന്ധപ്പെട്ടിരുന്ന ആൽബത്തിലെ അഭിനയത്തിൽ നിന്നകന്നു. പള്ളികളുമായി എന്റെ ആ പൊന്നുമോന്റെ ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ടു. അവനോട് സ്നേഹപൂർവവും ഇഷ്ടപൂർവവും അവന്റെ അഭിനയങ്ങളിൽ ആരാധന തോന്നിയും കൂടെ നടന്നിരുന്ന ചെറുപ്പക്കാരെ മൊത്തം അവൻ നന്മയുടെ വഴിയിലേക്ക് നയിച്ചു. സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. സ്വലാത്ത് ചൊല്ലി 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ കഴിഞ്ഞ വിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് എത്ര മാസമായി? വിശുദ്ധ റമദാന്റെ 17ാമത്തെ രാവിൽ ഉൾപ്പെടെ വിനീതനായ ഞാൻ 17ാം രാവ് കഴിഞ്ഞ് നടത്തിയ മലപ്പുറം ജില്ലയിലെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ അതിനുശേഷം ആദ്യമായിട്ട് മതപ്രഭാഷണത്തിന് മലപ്പുറം ജില്ലയിലേക്ക് ഞാൻ എത്തുമ്പോൾ, ഈ മതപ്രഭാഷണത്തിന് ഈ സ്റ്റേജിലേക്ക് ഞാൻ വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട എന്റെ വാർത്ത അറിയണോ? സന്തോഷകരമായ വാർത്ത. എന്റെ ആ പൊന്നുമോൻ എനിക്കിവിടെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ കഴിയും സഹോദരങ്ങളെ. പക്ഷെ അവന്റെ നന്മ അവനിൽ അല്ലാഹു നിലനിർത്തട്ടെ. അതിവിടെ പറഞ്ഞിട്ട് അതിന്റെ പരസ്യമായിട്ട് ആളിനെ കാണിച്ചു തന്നിട്ട് അത് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാ. എന്റെ ആ പൊന്നുമോൻ അൽഹംദുലില്ലാഹ്, ഒരു സത്യവിശ്വാസി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം എന്റെ ആ പൊന്നുമോന് കിട്ടി.
കിട്ടി. ആദരണീയനായ ഉസ്താദ് ചെമ്പുലങ്ങാട് മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം മഹാനായ ഉസ്താദ് ഇന്ന് ഉംറയ്ക്ക് പോയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്ര ഹൈറാക്കുമാറാകട്ടെ. ചെമ്പുലങ്ങാട് ഉസ്താദിനോടൊപ്പം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെമ്പുലങ്ങാട് ഉസ്താദിനോടൊപ്പം ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്ന മഹാഭാഗ്യം കിട്ടി സഹോദരൻ. സർവനെ കൽബി നിറക്ക്, എന്നിട്ട് വാരിയല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തേക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേറ്റ്, അല്ലാഹുവിന്റെ റസൂലിനെ കേറ്റ്. നാവ് ചലിക്കട്ടെ, സ്വലാത്ത് കൊണ്ട് ചലിക്കട്ടെ, സ്വലാത്ത് കൊണ്ട് ചലിക്കട്ടെ. ഞാൻ പറഞ്ഞ എന്റെ എല്ലാ വേദികളിലും പറയാറുള്ള മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത സ്വലാത്ത് അറിയുമല്ലോ. എത്ര വേദികളിൽ വിനീതനായി ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു 10 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്ത ആളാ. 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത ആളാ. 10 വർഷത്തെ ഖിദ്മത്ത്. എങ്ങനത്തെ ഖിദ്മത്താ? 10 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടില്ല, അനസേ നീ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ചെയ്തില്ല. 10 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു 10 കൊല്ലമാ ഖിദ്മത്ത് ചെയ്തത്. ആ ഖിദ്മത്തൊക്കെ എങ്ങനെയാ സംഭവിച്ചതെന്ന് നമുക്കറിയാം. മുസ്ലിം റളിയല്ലാഹു തആല അൻഹ അനസിനെ കൊണ്ട് കൊടുത്തത് എങ്ങനാ? അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഇറങ്ങിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നത് വരെ നിങ്ങൾ ആരും നന്മ കരസ്ഥമാക്കിയവരാവുകയില്ല എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയത് കേട്ടപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ അബൂ ത്വൽഹത്തുമായിട്ട് മുശാവറ ചെയ്യുകയാ. എന്താ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണ്ടേ അല്ലാഹുവിന്റെ മാർഗത്തില്? അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷകരമായ നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് കൊണ്ട് കൊടുക്കണ്ടേ? അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? മുസ്ലിം പറയുന്നു അബൂ ത്വൽഹത്തിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ബൈറുഹാ തോട്ടമാണ്, കിണറുള്ള തോട്ടം, മസ്ജിദുൻ നബവിയുടെ തൊട്ട് മുമ്പിലുള്ള തോട്ടം. ഇന്ന് മസ്ജിദുൻ നബവിയിൽ ബാബു ഫഹദിലൂടെ അകത്തേക്ക് കയറി, പള്ളിക്കകത്തേക്ക് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ കമ്പളം മാറ്റി നോക്കിയാൽ, വിരിപ്പ് മാറ്റി നോക്കിയാൽ അടിയിൽ ഇങ്ങനെ കിണർ വരച്ചിട്ടിട്ടുണ്ട്. ആ വരച്ചിട്ടിട്ടുള്ള കിണറ്, ആ കിണറുള്ള അവിടെ ഉണ്ടായിരുന്ന തോട്ടം ബൈറുഹാ എന്ന വിലപിടിപ്പുള്ള തോട്ടം. മഹാനായ സയ്യിദുനാ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതേ ബൈറുഹാ റസൂലുള്ളാഹിക്ക് കൊണ്ട് സമർപ്പിക്കാം. വളരെ ചുരുക്കി അങ്ങ് പറയുകയാ. ഞാൻ നേരത്തെ മലപ്പുറത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാ, പല സീഡികളിലും വിശദമായി പറയുന്ന സംഭവമാ. സ്വലാത്തിനെ പറ്റി പറയേണ്ടതുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, നബിയേ ഇന്ന ഹബ്ബൽ അംവാലി ഇലയ്യ ബൈറുഹാ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ബൈറുഹാ തോട്ടമാണ്. അതുകൊണ്ട് ബൈറുഹാ നബിയെ ഞാനിതാ സമർപ്പിക്കുന്നു. വിലമതിക്കാനാവാത്ത മോഹവിലയ്ക്ക് ആളുകൾ എടുക്കുന്ന കിണറുള്ള തോട്ടം, അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത മദീനയിലെ കിണറുള്ള തോട്ടത്തിൽ നിന്ന് വെള്ളം വീണ് ഈത്തപ്പഴ ഇങ്ങനെ കൊലകുത്തി കിടക്കുന്ന തോട്ടമാണ്. എത്ര ലക്ഷങ്ങൾ വില പറഞ്ഞാലും കൊടുക്കാത്ത തോട്ടമാണ്. ആ തോട്ടം ഇതാ ഞാൻ സമർപ്പിക്കുന്നു നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ആ തോട്ടം സമർപ്പിച്ചു. തിരിച്ചു വന്നു. അബൂ ത്വൽഹത്തുൽ അൻസാരിയോട് ചോദിക്കുന്നു മുസ്ലിം, അല്ല റസൂലുള്ളാഹിനെ കണ്ടോ? കണ്ടു. തോട്ടം കൊടുത്തോ? കൊടുത്തു. അള്ളാഹിന്റെ റസൂൽ എന്ത് പറഞ്ഞു? റസൂലുള്ളാഹ് പല്ല് അണപ്പല്ല് പുറത്ത് കാണുന്നത് പോലെ ചിരിച്ചു. അള്ളാഹിന്റെ ഹബീബ് സന്തോഷം കൊണ്ട് ചിരിച്ചു എന്ന് കേട്ടപ്പോ യഥാർത്ഥത്തിൽ ഉമ്മു സുലൈമിന് സന്തോഷാ വരണ്ട. കാരണം എന്താ? ഭർത്താവ് കൊണ്ടുപോയി ഏറ്റവും വിലപിടിപ്പുള്ള തോട്ടം കൊണ്ട് കൊടുത്തിരിക്കുക. അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചിരിച്ചു എന്ന് പറയുമ്പോൾ ഉമ്മു സുലൈമിന്റെ മുഖം തെളിഞ്ഞില്ല. മുഖത്തൊരു അസ്വസ്ഥത. എന്താ? ഉമ്മു സുലൈം ചിന്തിച്ചത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കത്തക്കവണ്ണം സന്തോഷകരമായി തന്റെ ഭർത്താവ് കൊണ്ടുപോയി ബൈർഹാ തോട്ടം കൊടുത്തു.
എനിക്കൊന്നുമില്ലല്ലോ പടച്ചോനെ, എനിക്കിങ്ങനെ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്തായത് അത് അള്ളാഹിന്റെ മാർഗത്തിൽ തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്നുള്ള വിഷമം മുസ്ലിമിനെ ദുഃഖിപ്പിച്ചു. പക്ഷെ അടുത്ത നിമിഷം മുസ്ലിം എന്തോ ആലോചിച്ചുറച്ചുകൊണ്ട് എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റിട്ട് തന്റെ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചു. അനസിനെ, മാലിക്കിലുള്ള മോനാ അനസിനെ വിളിച്ചു. എന്നിട്ട് അനസിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലേക്ക് എത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ഞാൻ അറിഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നന്മ കരസ്ഥമാക്കിയവരാവൂല എന്ന്. അതെ, അത് കേട്ടത് കൊണ്ടാണല്ലോ നിന്റെ ഭർത്താവ് അബൂ ത്വൽഹ ഏറ്റവും വിലപിടിപ്പുള്ള തോട്ടം കൊണ്ട് തന്നത്. പക്ഷെ അതെന്റെ ഭർത്താവിന്റെ തോട്ടമായ റസൂലല്ലാഹ്, എന്റേതല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ. അത് ഈ നിൽക്കുന്ന എന്റെ പൊന്നാര പൊന്നുമോൻ അനസാണ് നബിയേ. ബുദ്ധിമാനായ മോനാ, ചിന്താശേഷിയുള്ള മോനാ, നല്ല കൊച്ചുമോനാ, അനുസരണയുള്ള മോനാ, നല്ല സൽസ്വഭാവിയായ മോനാ. ഈ പൊന്നുമോനെ ഞാനിതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നബിയേ. അങ്ങന്റെ പൊന്നുമോനെ അങ്ങയുടെ ഖാദിമായി, സേവകനായി സ്വീകരിച്ചാലും ഹബീബേ. റസൂൽ അത്ഭുതത്തോടെ ചോദിച്ചു, സത്യം പറയുന്നോ മുസ്ലിം? മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രമുണ്ട്, അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ വളരെ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളാണ്. അവിടുത്തെ പ്രിയപ്പെട്ട വനിതാ അനുയായികളിൽ, സ്വഹാബത്തുകളുടെ ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒന്നാണ് മുസ്ലിം. അതിനൊക്കെ ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും ഉണ്ട്. നീ സത്യം പറയുന്നോ മുസ്ലിം? അതേ, സത്യം പറയുന്നു യാ റസൂലല്ലാഹ്. അങ്ങന്റെ മോനെ ഖാദിമായി സ്വീകരിക്കൂലേ? ഞാനിതാ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച പൊന്നുമോന സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ശിക്ഷണത്തിൽ 10 കൊല്ലം റസൂലുള്ളാഹിയുടെ ഖാദിമായിട്ട് നിൽക്കുക. അതിൽ ഒരു വട്ടം പോലും അല്ലാഹുവിന്റെ ഹബീബ് എന്തിനാ അനസേ നീ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കാതിരിക്കുക. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ചെയ്തില്ല എന്ന് ചോദിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഘട്ടം 10 കൊല്ലത്തിനുള്ള ഒരിക്കൽ പോലും ഉണ്ടായില്ല. നമ്മളൊന്ന് ഓർത്തു നോക്കി, നമ്മൾക്കൊരു ഖിദ്മത്തിന് സേവകനായിട്ട് ആർക്കെങ്കിലും ഒരാളെ നിർത്തിയാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാളെ സേവകനായി നിർത്തിയാൽ ഒരു ദിവസം എത്ര വട്ടം നമ്മൾ വഴക്ക് പറയും? 10 കൊല്ലത്തിനുള്ളിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ചാർജ് വീണ്ടും പോയി, പാഴ്സ് ചൈനയുടെ ആയതുകൊണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ജീവിതത്തിന്റെ എത്രയോ തിരക്കുകൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാ. എത്രയോ തിരക്കുകൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാ. റിസാലത്തിന്റെ നുബുവത്തിന്റെ ഭാരം ഏറ്റുവാങ്ങിയ പ്രവാചകൻ. ഒരേ സമയം തന്നെ മൈക്കൽ എച്ച് ഹാർട്ട് പറയുന്നില്ലേ, ദി 100 a ranking of the most influential personalities in history. ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ 100 മഹാരഥന്മാരെ കുറിച്ച് എഴുതിയിട്ട് ആ 100 പേരുടെ കൂട്ടത്തിൽ ആദ്യത്തെ സ്ഥാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മൈക്കൽ എച്ച് ഹാർട്ട്. അതൊക്കെ ഈ എംബോക്കി അറിയുന്നോ? ഈ പുസ്തകം എഴുതിയതേ, ഈ പുസ്തകം ചിൻവാദ് പാലോ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തൊന്നും ഇത് എത്തേണ്ടതുപോലെ എത്തിയില്ല. അതിന് പുറത്ത് കട്ടൻ ചായ വന്നു. മലപ്പുറത്തൊന്നും ഈ പുസ്തകത്തിന്റെ വാർത്ത എത്തിയില്ല. ഈ പുസ്തകം ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ, ലോഹധാരിയായ പാസ്റ്റർ എഴുതി പത്തനംതിട്ട ജില്ലയിൽ വീടാന്തരം കൊണ്ടു നടന്ന് ഇതുപോലെ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലെ, പാലക്കാട് ജില്ലയുടെ പല മലപ്പുറം ജില്ലയിലെ പല കുഗ്രാമങ്ങളിലെ ഈ പുസ്തകം വീടാന്തരം കയറിയിറങ്ങി കൊടുക്കപ്പെടുന്ന, സൗജന്യമായി കൊടുക്കപ്പെടുന്ന പുസ്തകം ചിൻവാദ് പാലം എന്ന പുസ്തകം. തെക്കൻ കേരളത്തിലൊക്കെ ഈ പുസ്തകത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക. ഈ പുസ്തകവും ന്യൂമാൻ കോളേജിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി തൊട്ടാൽ 7 വട്ടം കഴുകണമെന്ന് നാം വിശ്വസിക്കുന്ന ആ നികൃഷ്ട ജീവിയുടെ പേരിനോട് ചേർത്ത് എന്റെയും നിങ്ങളുടെയും ചങ്കിലെ ചോരയായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ചോദ്യം എഴുതിയ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, കേരളം പോലൊരു സംസ്ഥാനത്ത് ബികോമിന്റെ ചോദ്യത്തിന് മലയാളം പേപ്പറിൽ കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഈ കേരളത്തിലെ ഒരു കോളേജില്, ന്യൂമാൻ കോളേജ് എന്ന ഒരു കോളേജില് ചോദ്യ പേപ്പർ എഴുതി കൊടുത്തതിനകത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ, അതും ദൈവം മുഹമ്മദിനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ പേരിനോട് ചേർത്ത് വെറുക്കപ്പെട്ട 7 വട്ടം തൊട്ടാൽ 7 വട്ടം കഴുകണമെന്ന് വിശ്വസിക്കുന്ന വെറുക്കപ്പെട്ട ജീവിയുടെ പേര് ചേർത്ത് പ്രവാചകനെ വിളിക്കുന്നതായിട്ട് ചോദ്യപേപ്പർ എഴുതാൻ ഒരുത്തൻ ധൈര്യം കാണിച്ചു ഈ കേരളത്തിൽ. എന്നിട്ട്
ആ ചോദ്യപേപ്പർ കൊടുത്തു, അതിൽ പരീക്ഷ എഴുതിപ്പിച്ചു. ആ ചോദ്യപേപ്പർ കൊടുക്കരുതെന്നും ഈ പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞവരെ കോളേജ് മാനേജ്മെന്റ് അവരെ പരിഹസിച്ചിട്ട് വേണമെങ്കിൽ എഴുതിയിട്ട് പോടാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നടന്നു എന്ന് മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിലാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബെഞ്ച് നമുക്കൊക്കെ സമാധാനം പകർന്ന എല്ലാരും ശങ്കരന്മാരല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഒരു ബെഞ്ച് ലോകത്തെ എല്ലാ മതവിശ്വാസികളും ആദരിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി. അദ്ദേഹത്തെ പറ്റി ഇത്രയും നികൃഷ്ടമായി ആക്ഷേപിച്ചവർ ജാമ്യം അർഹിക്കുന്നില്ല എന്ന്. അതെപ്പോഴാ? ആദ്യം ഇത് വിതരണം ചെയ്തവനെ അറസ്റ്റ് ചെയ്തപ്പോൾ പിറ്റേ ദിവസം അവന് ജാമ്യം കൊടുക്കുക കോടതി. മജിസ്ട്രേറ്റ് കോടതിയിലെ പ്രോസിക്യൂട്ടറും കൂടി ഒത്തുകളിച്ചിട്ട് പിറ്റേ ദിവസം അവന് ജാമ്യം കൊടുത്തു. നിങ്ങളൊന്ന് നോക്കണം, ഈ പുസ്തകം മൊത്തം ഞാൻ ഇവിടെ വായിക്കാനുള്ള സമയമില്ല. ഈ പുസ്തകത്തിന്റെ അപകടം, ഈ പുസ്തകം എവിടുന്ന് വന്നു, ഇതൊക്കെ പറ്റി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു 5 മിനിറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ 1 മണിക്ക് മുമ്പ് തീർക്കേണ്ടത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. 100 കണക്കിന് റസൂലുള്ളാഹിയെ ആക്ഷേപിക്കുന്ന കൂട്ടത്തില് ധാരാളം കൊള്ളയും അക്രമങ്ങളും ചെയ്തിട്ടുള്ള ആളും, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാ, ധാരാളം കൊള്ളയും അക്രമങ്ങളും ചെയ്തിട്ടുള്ള ആളും, ഒരു ദിവസം 30 സ്ത്രീകളുമായി വരെ ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുള്ള ആളും, നല്ല ചോരയും നീരും ചുറുചുറുക്കും ഉണ്ടായിരുന്ന ആരോഗ്യവാനുമായിരുന്നു മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സഹീഹ് മുസ്ലിം പേജ് 716. കേട്ടില്ലേ? മുസ്ലിമിൽ, ഹദീസിന്റെ ഗ്രന്ഥമായ മുസ്ലിമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഈ പരമറാസ്കൽ കൊടുത്തിരിക്കുന്നത്. എന്താ? ലോഹയിട്ട ഒരു പാസ്റ്റർ എഴുതിയ പുസ്തകമായത്. എന്താ? അള്ളാന്റെ റസൂലിനെ പറ്റി പറയുന്ന ധാരാളം കൊള്ളയും അക്രമങ്ങളും നടത്തിയിട്ടുള്ള ആളും, ഒരു ദിവസം 30 സ്ത്രീകളുമായി വരെ ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുള്ള ആളുമായിരുന്നു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അവൻ സഹീഹ് മുസ്ലിം. അവന്റെ അഭിപ്രായമല്ല, ഇത് മുസ്ലിമിൽ, സഹീഹ് മുസ്ലിമിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ അവൻ കൊടുത്തിരിക്കുന്നു. മറ്റൊരിടത്ത് പറയുന്നത്, അള്ളാഹുവിനെ പറ്റി പറയുന്നത്, അള്ളാഹു പ്രതികാരദാഹിയാണ്, പ്രതികാരം ചെയ്യുന്നവനാണ്, അള്ളാഹു തആല ക്രൂരനാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. മറ്റൊരിടത്ത് നിങ്ങളൊന്ന് നോക്കണേ, അള്ളാഹുവിന്റെ ദൂതനെ വിചാരിച്ചാൽ പറഞ്ഞിങ്ങനെ വന്നിട്ട് പറയുന്നത്, ഞാൻ ചുരുക്കി അങ്ങ് പറയാം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞിട്ടുണ്ട്, ഷഹീദായിട്ട് മരിച്ചാൽ അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷഹീദായി മരിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി ഷഹീദായി മരിക്കുമെന്നാണ് എല്ലാരും കരുതിയിരുന്നത്. പക്ഷേ മുഹമ്മദ് നബിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. പാപത്തിൽ ആണ്ടുപൂണ്ട നിലയിലാണ് മുഹമ്മദ് നബി മരിച്ചത്. അങ്ങനെ പാപത്തിൽ ആണ്ടുപൂണ്ട് മുഹമ്മദ് നബി മരിച്ചത് കൊണ്ട് മുഹമ്മദ് നബിക്ക് പരലോകത്ത് സമാധാനം കിട്ടില്ല. അങ്ങനെ സമാധാനം കിട്ടില്ല എന്നറിയുന്നത് കൊണ്ടാ അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ ഗുണവും സമാധാനവും ഉണ്ടാകണേ എന്ന് പേര് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ കൊടുത്തേക്കുന്നു. മിഷ്കാത്ത് പേജ് 367. ഇങ്ങനെ ഈ പുസ്തകത്തിൽ ഏറ്റവും അവസാനം വിശുദ്ധ ഖുർആനെ പറ്റി, പരിശുദ്ധ ഖുർആനെ പറ്റി അവൻ പറഞ്ഞു നിർത്തുന്നത്, ഖുർആനെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? ഖുർആൻ ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചതിനെ പറ്റി പറഞ്ഞു നിർത്തുന്നത്, ഇത്രയേറെ ഈ വെല്ലുവിളി ഒരർത്ഥത്തിൽ ശരിയാണ്. ഇത്രയേറെ മോശമായ ഒരു കൃതി രചിക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. ഇത്രയേറെ മോശമായ ഒരു കൃതി രചിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഷേക്സ്പിയർ നാടകങ്ങളുടെയോ ടോൾസ്റ്റോയി കൃതികളുടെയോ അടുത്ത് നിൽക്കുവാനുള്ള യോഗ്യത ഈ കൃതിക്കില്ല. വാളിന്റെ മുമ്പിൽ വെച്ച് പലരും ഇത് ഏറ്റുപറഞ്ഞിട്ടുണ്ടാവാമെങ്കിലും പ്രാകൃതനും മനോരോഗിയുമായ ഒരറബി ഗോത്രത്തിന്റെ വർഗ നേതാവിന്റെ അവിദഗ്ധ ഹസ്തങ്ങൾ രൂപം കൊടുത്തതാണ് ഈ കൃതി. മനുഷ്യവർഗത്തെ പരസ്പരം തല്ലിപ്പിക്കുന്നു. പൈശാചികമായ കൊലപാതകങ്ങളെയും ക്രൂരതകളെയും ഈ കൃതി ന്യായീകരിക്കുന്നു. ഈ പുസ്തകത്തെ പോലെ മനുഷ്യന് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള മറ്റൊരു കൃതിയും ലോകത്തുണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനെ പറ്റി പറയാൻ ഈ പുസ്തകത്തിൽ ഇങ്ങനൊരു പുസ്തകം ഇറങ്ങിയിട്ട് മലപ്പുറം ജില്ലയിൽ പലരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം.
ഞാൻ ഇന്നലെ ഇത് പലരോടും പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായോ, ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയോ എന്നാണ് പലരും വളരെ പ്രധാനപ്പെട്ട ആളുകൾ ചോദിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, കേരളത്തിന്റെ പല ഭാഗത്തും വിതരണം ചെയ്യപ്പെട്ട ഈ പുസ്തകം ഇത് എവിടുന്ന് വന്നതാ, ഈ പുസ്തകത്തിന്റെ പിന്നിൽ ആരാ, ഇതേപ്പറ്റി ദീർഘമായി പറയേണ്ടതാണെങ്കിലും ഇതിന്റെ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച സ്ഥലം എവിടെയാണെന്ന്. അബാഡന്റ് ലൈഫ് പബ്ലിക്കേഷൻ അങ്കമാലി. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഇത് ആർക്കു വേണ്ടി പ്രസിദ്ധീകരിച്ചു എന്ന്. 89/22 216 സ്ട്രീറ്റ്, ക്യൂൻസ് വില്ല, NY 11427, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് ആരും അറിയാതെ ഏതെങ്കിലും ഒരു വിവരം കെട്ട പാസ്റ്റർ 4 കാശ് കിട്ടാൻ വേണ്ടി എഴുതി ഉണ്ടാക്കി വിൽക്കുന്ന പുസ്തകമല്ല. ഇവിടെ ചിലരൊക്കെ സാമ്രാജ്യത്വത്തെ പറ്റി പറയുമ്പോൾ പലരും ഇങ്ങനെ മക്കിയിട്ട് എവിടെ ഈ സാമ്രാജ്യത്വം, കേരളത്തിൽ എവിടാ സാമ്രാജ്യത്വം, ആരാ ഈ സാമ്രാജ്യത്വം, ഈ സാമ്രാജ്യത്വത്തിന് എന്തിനാ ഒറ്റക്കാലുള്ള അബ്ദുൽ നാസർ എന്തിനാ സാമ്രാജ്യത്വം തുടരുന്നു എന്ന് പറയുന്നത്? ഇതൊക്കെ വെറുതെ പറയാ, ഇതൊക്കെ വെറുതെ പറയാന്ന് പറഞ്ഞ് മലപ്പുറത്ത് പ്രസംഗിക്കുന്ന ഒരുപാട് പ്രഭാഷകരുണ്ട്. നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്, സാമ്രാജ്യത്വം ലക്ഷ്യമിട്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് കൊച്ചു കേരളം. അതിന്റെ പ്രതിഫലനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടപ്പോൾ BBC പോലും റിപ്പോർട്ട് ചെയ്തു, സദ്ദാം ഹുസൈന്റെ ജന്മസ്ഥലമായ തിക്രീത്തിനേക്കാളും ശക്തമായ പ്രതിഷേധം സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടതിന്റെ പേരിൽ നടന്നത് ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് BBC പോലും റിപ്പോർട്ട് ചെയ്തത് നാം അറിയുന്നതാ, വിദേശ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാ. എന്തുകൊണ്ടാ? സദ്ദാം ഹുസൈൻ അങ്ങേയറ്റം റസൂലുള്ളാഹിയെ സ്നേഹിച്ച ആളായതുകൊണ്ടല്ല, സദ്ദാം ഹുസൈൻ വിശുദ്ധ ഖുർആൻ നെഞ്ചോടടുക്കി പിടിച്ച ആളായതുകൊണ്ടല്ല, സദ്ദാം ഹുസൈൻ 24 കാരറ്റ് മുഅ്മിനായതുകൊണ്ടല്ല, ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകളും അപാകതകളും ന്യൂനതകളും ഒക്കെ പറ്റിയിട്ടുള്ള ആളായിരിക്കവേ തന്നെ സദ്ദാം ഹുസൈൻ സാമ്രാജ്യത്വത്തിനെതിരെ, അമേരിക്കൻ മുതലാളിത്തം, സാമ്രാജ്യത്വം, ജോർജ് ബുഷ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിരൽ ചൂണ്ടി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ വിരലിൽ പിടിച്ചുകൊണ്ട് ഏതാണടാ എന്ന് ചോദിക്കാൻ ആർജവം കാണിച്ച സാമ്രാജ്യത്വത്തിന്റെ മുന്നിൽ ചങ്കുറപ്പോടെ ഉയർന്നു നിന്ന് പുലിക്കുട്ടിയായിരുന്നു സദ്ദാം ഹുസൈൻ. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിഷേധം ഈ കേരള സംസ്ഥാനത്ത് സാമ്രാജ്യത്വത്തിനെതിരെ ഉറച്ച മനോഭാവമുള്ള ആലി മുസ്ലിയാരുടെയും ഓരിയൻ കുന്നന്റെയും അതുപോലെ കുജാലി മരക്കാരുടെയും മഹാനായ മമ്പുറം തങ്ങളുടെയും ചേറൂർ ശുഹദാക്കളുടെയും ഉമർ ഖാലിയുടെയും ഒക്കെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രിയപ്പെട്ട വിശ്വാസികൾ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്നത്. ഈ വിശ്വാസികളെ തകർക്കണം, തമ്മിലടിപ്പിക്കണം, ചോര ഒഴിക്കണം, അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ഇല്ലായ്മ ചെയ്യണം, സാമ്രാജ്യത്വത്തിനെതിരെ ശബ്ദിക്കുന്നവരെ തകർക്കണം. ഇതിനുവേണ്ടി നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാ അമേരിക്ക ഈ പുസ്തകം ഇവിടെ ഇറക്കി വിട്ടിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവൻ ഏതവനായാലും, ഇത് വിറ്റ ലോഹ ധരിച്ചവൻ ഏത് വിവരം കെട്ട റാസ്കലായാലും ഒരു കാര്യം നമുക്ക് പറയാം. ഞാൻ ഈ പുസ്തകത്തിന്റെ കൂടെ വേറൊരു പുസ്തകം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാരുടെയാ? കാരൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന ഇപ്പോഴും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലാത്ത എന്നാൽ ക്രിസ്തീയ സഭയിലെ കന്യാസ്ത്രീയായി സേവനമനുഷ്ഠിച്ച എന്നിട്ട് കന്യാസ്ത്രീ വസ്ത്രം മാറ്റിവെച്ചിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തും നടന്ന് വിവിധ മതങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അവാർഡുകൾ കിട്ടിയ, ന്യൂയോർക്കിൽ നിന്നുൾപ്പെടെ നിരവധി അവാർഡുകൾ കിട്ടിയ കാരൻ ആംസ്ട്രോങ് എന്ന വിദ്യാസമ്പന്നയായ, മിടുക്കിയായ, ചിന്താശേഷിയുള്ള ക്രിസ്തീയ സ്ത്രീയായ, കന്യാസ്ത്രീയായിരുന്ന സഹോദരി എഴുതിയ പുസ്തകമാണ് മുഹമ്മദ് എന്ന 444 പേജുള്ള ഈ പുസ്തകം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ ഒറ്റ വാചകം, ഒരേ ഒരു വരി വായിക്കാൻ ഒരുപാട് വായിക്കണമെന്നൊക്കെ വിചാരിച്ച സമയം ദീർഘിച്ചു പോയത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്ന ഒരൊറ്റ വരിയിലെ കോടിക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമാനമായ മാനവികതയുടെ പ്രതീകവും മാതൃകയുമാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമാനമായ മാനവികതയുടെ മാതൃകയും പ്രതീകവുമാണ്. നമ്മുടേതുപോലെ തന്നെ ക്രൂരവും ഹിംസാത്മകവുമായ ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ സമൂഹം പ്രതിസന്ധിയിലായിരുന്നു. നാടകീയമാമണ്ണം വ്യതിചലനങ്ങൾ ഉണ്ടായ തങ്ങളുടെ ലോകത്ത് പഴയ മതദർശനങ്ങൾക്ക് തങ്ങളോട് യാതൊന്നും പറയാനില്ലെന്നും തങ്ങളെ നേരായ വഴിയിൽ നയിക്കാൻ കഴിയില്ലെന്നും അവർക്ക് തോന്നിയിരുന്നു.
ഇന്ന് ഒരുപാട് പേർ അനുഭവിക്കുന്നത് പോലെ അവർ ഒരുതരം ആത്മീയമായ ശൂന്യത അനുഭവിക്കുകയുണ്ടായി. പ്രവാചകന്റെ ആവേശോജ്വലമായ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ഒരു മനുഷ്യന് ലോകത്തെ എക്കാലത്തേക്കും മാറ്റിയെടുക്കാനും പഴയ പാരമ്പര്യങ്ങൾക്ക് പുതിയ തേജോമയമായ പ്രതിധ്വനി സൃഷ്ടിക്കാനും സാധ്യമാണെന്നാണ്. ലോകത്തെ എക്കാലത്തേക്കും മാറ്റിയെടുക്കാൻ കഴിയുന്ന വ്യക്തി മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് കാരൻ ആംസ്ട്രോങ് പറയുന്നു. ഇതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നികൃഷ്ടമായി ആക്ഷേപിച്ചുകൊണ്ട് എത്രത്തോളം എന്നാൽ സ്വിറ്റ്സർലൻഡിൽ പള്ളികൾക്ക് മേളിലെ മുനാരങ്ങള് മൊത്തം തകർക്കണമെന്നും മുനാരങ്ങൾ വെച്ചുകൊണ്ട് ഒരു പള്ളിയും ഉണ്ടാക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് മുനാരങ്ങൾക്കെതിരെ, ശ്രദ്ധിച്ചു കേൾക്കുക, മുനാരങ്ങൾക്കെതിരെ 10,000-കണക്കിന് സ്വിറ്റ്സർലൻഡ് വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി, ഒപ്പുശേഖരണം നടത്തി. അവിടുത്തെ ജനങ്ങളിൽ പകുതിയിലധികം ജനങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഗവൺമെന്റിന് മെമ്മോറാണ്ടം കൊടുത്ത് മുനാരങ്ങൾ നിരോധിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഡാനിയൽ സ്ട്രൈഷ് എന്ന് പറയുന്ന ആളിന്റെ ഫോട്ടോയും അതിനോട് ബന്ധപ്പെട്ട വാർത്തയുമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഡാനിയൽ സ്ട്രൈഷ് എന്ന് പറയുന്ന ശുദ്ധ ക്രിസ്ത്യാനിയായ ഈ മനുഷ്യൻ, ഇയാള് മുനാരങ്ങൾ നിരോധിപ്പിക്കാൻ വേണ്ടി 10,000-കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് സമ്മേളനങ്ങളും റാലികളും നടത്തിയ ആളാ. ഇങ്ങനെ നടത്തുമ്പോ ഇയാൾക്ക് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ നന്നായിട്ട് ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് പഠിച്ചാലേ ആക്ഷേപിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങി. ആക്ഷേപിക്കാൻ വേണ്ടി ഖുർആനും ഹദീസും റസൂലുള്ളാഹിയെ പറ്റി പഠിച്ച് പ്രസംഗം തുടങ്ങി. അങ്ങനെ ആക്ഷേപിക്കാൻ പഠിച്ചു കുറെ അങ്ങോട്ട് പോയപ്പോൾ ഇയാൾക്ക് തോന്നി, ഞാൻ എന്തായി ചെയ്യുന്നേ, ഞാൻ എന്തായി പഠിക്കുന്നേ, ഈ ഖുർആനെയാണോ ഞാൻ വിമർശിക്കുന്നേ, ഈ ഹദീസിനെയാണോ ഞാൻ വിമർശിക്കുന്നേ, ഈ മഹാനായ നേതാവിനെയാണോ ഞാൻ വിമർശിക്കുന്നേ? അവസാനം ഡാനിയൽ സ്ട്രൈഷ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള പ്രചരണങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഞാൻ ഖുർആൻ പഠിക്കാൻ ആരംഭിച്ചത്. പക്ഷേ അതിന്റെ ഫലം ഉദ്ദേശിച്ചതിൽ നിന്ന് വിപരീതമായിരുന്നു. ഖുർആനിൽ ഞാൻ ആകൃഷ്ടനായി. വൈകാതെ ഡാനിയൽ സ്ട്രൈഷ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പരിശുദ്ധ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിനെതിരെ ആക്ഷേപിക്കാൻ വേണ്ടി ഖുർആനും ഹദീസും പഠിക്കാൻ പോയതാ. ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇന്ന് ഏറ്റവും നല്ല മുനാരമുള്ള ഒരു പള്ളി സ്വിറ്റ്സർലൻഡിൽ വെക്കാൻ വേണ്ടി ഡാനിയൽ സ്ട്രൈഷ് നേതൃത്വം കൊടുത്തുകൊണ്ട് പരിശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. കേട്ടോ, ഞാനിത് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നികൃഷ്ടമായി ആക്ഷേപിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിനെയും തെറി പറഞ്ഞു. സാമ്രാജ്യത്വം അതിന്റെ എല്ലാ ഗൂഢമായ തേറ്റകളും പുറത്തേക്കെടുത്ത് നികൃഷ്ടമായ രീതിയിൽ പരിശ്രമം ഇവിടത്തെ ചില ക്രിസ്തീയ പുരോഹിതന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എല്ലാ ക്രിസ്ത്യാനികളെയും നമ്മൾ പറയുന്നില്ല. ഈ പുസ്തകം എഴുതിയ കാരൻ ആംസ്ട്രോങ് ഇപ്പോഴും ക്രിസ്ത്യാനിയാ. അതുപോലെ ഒരുപാട് ക്രിസ്ത്യാനികൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിയെ പഠിച്ചിട്ടുണ്ട്. ബർനാഡ് ഷാ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പഠിച്ചു. എത്രയോ വേദികളിൽ ഞാൻ തന്നെ പറഞ്ഞു. റസൂലുള്ളാഹിയെ പറ്റി പഠിച്ച് പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും പഠിച്ചിട്ട് പ്രവാചകനെ പറ്റി പറഞ്ഞു, മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി എ പ്രോഫിറ്റ് ബട്ട് ആൾസോ ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദ വേൾഡ്. പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ഓഫ് ആൾ ടൈം വാസ് മുഹമ്മദ്. മുഹമ്മദ് വെറും ഒരു പ്രവാചകനല്ല. റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ മൊത്തം പറഞ്ഞു കൊണ്ടുവന്നിട്ട് പറയുന്നു, മുഹമ്മദ് വെറും ഒരു പ്രവാചകനല്ല, മുഹമ്മദ് ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ബർനാഡ് ഷാ പറയുന്നു. ഞാൻ പറയുന്നു, പെർഹാപ്സ് ഒരുപക്ഷേ the greatest scientist of all time was മുഹമ്മദ്. ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. എന്നിട്ട് ബർനാഡ് ഷാ നിർത്തുന്നില്ല. ആരാ ബർനാഡ് ഷാ? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിന് അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട് എന്ന് തോന്നിയപ്പോൾ അടുത്ത പുസ്തകത്തിന്റെ ആമുഖത്തിൽ ബർനാഡ് ഷാ എഴുതി, എന്റെ കഴിഞ്ഞ പുസ്തകം ഞാൻ എഴുതുമ്പോൾ എനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാതിരുന്ന സമയമായിരുന്നു, അതുകൊണ്ട് എന്റെ ആ പുസ്തകം ഷേക്സ്പിയറിന്റെ കൃതികളെ പോലെ അത് പതിച്ചു പോയി. ഷേക്സ്പിയർ ആരാ? ഇവിടെ അള്ളാഹിന്റെ റസൂലിനെയും വിശുദ്ധ ഖുർആനെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ എംബോക്കി എടുത്തെഴുതിയത് ഷേക്സ്പിയറെയാ. എന്നിട്ട് ആ ഷേക്സ്പിയർ കൃതികളോളം പോലും ഖുർആൻ വരുന്നില്ല എന്നാ ഇവൻ പറയുന്നേ.
പക്ഷെ ബെർണാഡ് ഷാ പറയുന്നത്, ബെർണാഡ് ഷാ എന്ന ലോകമാദരിച്ച തത്വചിന്തകൻ പറയുന്നത്, എനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാതിരുന്നപ്പോ ഞാൻ എഴുതിയ പുസ്തകവും ബെർണാഡ് ഷാ എഴുതുന്ന പുസ്തകവും ഒരുപോലെയാണെന്ന് തുറന്നങ്ങ് പറഞ്ഞ, എനിക്ക് വട്ടമുള്ളപ്പോ ഞാൻ എഴുതുന്നതും ബെർണാഡ് ഷാ എഴുതുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞ, അതുകൊണ്ട് ആരും തള്ളിപ്പറയാത്ത ലോകമെക്കാലവും ആദരിക്കുന്ന തത്വചിന്തകനായ ബെർണാഡ് ഷാ പറയുന്നു, I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving the problems in way that would bring it the much needed peace and happiness. മുഹമ്മദിനെ പോലൊരു മനുഷ്യൻ, ഞാൻ വിശ്വസിക്കുന്നു, മുഹമ്മദിനെ പോലൊരു മനുഷ്യൻ ഈ ആധുനിക ലോകത്തിന്റെ മൊത്തം ഭരണസാരഥ്യം ഏറ്റെടുത്തിരുന്നെങ്കിൽ, ആധുനിക ലോകത്തിന്റെ മൊത്തം ഭരണസാരഥ്യം ബറാക് ഒബാമയുടെ, അമേരിക്കയുടെ, ബ്രിട്ടന്റെ, പാകിസ്ഥാന്റെ, ഇന്ത്യയുടെ, സൗദി അറേബ്യയുടെ, ചൈനയുടെ പ്രശ്ന കലുഷിതമായി ഈ ലോകത്തിന്റെ മൊത്തം മനുഷ്യനെ തമ്മിലടിച്ച് കൊല്ലുന്ന ആറ്റം ബോംബുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് എത്ര കോടി മനുഷ്യരെ കൊല്ലാൻ തങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ആർത്തട്ടഹസിക്കുന്ന, സമാധാനമില്ലാത്ത നിരപരാധികളെ, ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, നിരപരാധികളായ ആളുകളെ യുദ്ധത്തടവുകാരായി പിടിച്ച് ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകൊന്നുകൊണ്ടിരിക്കുന്ന, നിരപരാധികളായ മനുഷ്യരെ പിടിച്ച് ഗോണ്ടനാമയിലും അബൂഗരീബിലും തടങ്കൽ പാളയത്തിലിട്ട് ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട ഈ ആധുനിക ലോകത്തിന്റെ മൊത്തം ഭരണസാരഥ്യം മുഹമ്മദിനെ പോലൊരു മനുഷ്യൻ ഏറ്റെടുത്തിരുന്നെങ്കിൽ, he would succeed in solving the problems in way, മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വിജയിക്കുമായിരുന്നു. That would bring it the much needed peace and happiness, ആവശ്യമായ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുമായിരുന്നു. ലോകം ആഗ്രഹിക്കുന്ന സമാധാനം കൊണ്ടുവരാൻ. ഇതാരാ പറയുന്നത്? ബെർണാഡ് ഷാ പറയുകയാണ്. മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞു, പ്രവാചകനെ പറ്റി പറഞ്ഞിട്ട്, യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ, യോദ്ധാക്കളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, യുദ്ധത്തിന് പോകാൻ വേണ്ടി റസൂലുള്ളാഹി സഹാബത്തും തയ്യാറായി, ആയുധങ്ങളൊക്കെ റെഡിയാക്കി, ആയുധങ്ങളെല്ലാം ചിൽ ചിൽ ശബ്ദം കേട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കി ഒതുക്കി ഒട്ടകങ്ങളെ ഒക്കെ ശരിയാക്കി വമ്പിച്ച ഒരു ഉദ്വേഗജനകമായ പ്രവർത്തനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാട്ടറബിയായ, അപരിഷ്കൃതയായ, അറാബിയായ ഒരു പെൺകുട്ടി വന്നിട്ട്, മുഹമ്മദ്, എനിക്കൊരു സംശയമുണ്ട്, പറഞ്ഞു തരുമോ? നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും? യുദ്ധത്തിന് പോകാൻ റെഡിയായിക്കൊണ്ട് അണികളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട്, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു കാട്ടറബി പെണ്ണ് വന്ന്, മുഹമ്മദേ, ഒരു സംശയം ഉണ്ടൊന്ന് വരുവോ ചോദിക്കുക. ഒന്ന് ഓർത്തു നോക്ക്, നമ്മളൊക്കെ ആണെങ്കിൽ എന്താവും? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി അടുത്ത് ചെന്നു, എന്താ മോളെ, എന്താ ചോദിച്ചു. അവൾ എന്താ ചോദിച്ചത്? വളരെ പരസ്യമായിട്ട് റസൂലുള്ളാഹി അങ്ങോട്ട് മാറി എന്നപ്പോ, ഈ ആർത്തവ രക്തത്തിന്റെ കാലപരിധി എത്രയാണെന്ന് പറഞ്ഞു തരുമോ? ആരോടാ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. മൈക്കൽ എച്ച് ഹാർട്ടിനെ പോലുള്ളവർ ഈ രംഗമെടുത്ത് ഉദ്ധരിക്കുക. യോദ്ധാക്കളെ തയ്യാറാക്കുമ്പോൾ, ആയുധങ്ങൾ തമ്മിൽ മുട്ടുന്ന ചിൽ ചിൽ ശബ്ദം കേൾക്കുമ്പോൾ, ഒട്ടകക്കൂട്ടങ്ങളെ റെഡിയാക്കി നിർത്തുമ്പോൾ, ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നാട്ടിലെ ഏറ്റവും അപരിഷ്കൃതയായ ഒരു പെൺകുട്ടി വന്ന് ആർത്തവരക്തത്തിന്റെ കാലപരിധിയെ പറ്റി ചോദിക്കുമ്പോൾ, അവൾക്ക് മറുപടി കൊടുക്കാൻ സമയം കണ്ടെത്തിയ ഈ സ്വഭാവ ഗുണമുള്ള ലോകത്തെ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ എത്രയോ ടെൻഷൻ നിറഞ്ഞ ജീവിതം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് ചെയ്തിട്ട് ഒരിക്കൽ പോലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട്, അനസേ, നീ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല, നീ എന്തിന് ഞാൻ പറയാത്ത കാര്യം ചെയ്തു എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പോലും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു രാത്രിയിൽ കടന്നു വന്നിട്ട് ചോദിക്കയാ, അള്ളാഹുവിന്റെ ഹബീബിനോട്, യാ റസൂലല്ലാഹ്, 10 കൊല്ലം ഞാൻ അങ്ങക്ക് ഖിദ്മത്ത് ചെയ്തു നബിയേ, ഈ 10 കൊല്ലത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല, അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല, അങ്ങനോട് കോപിച്ചിട്ടില്ല. ഈ 10 കൊല്ലം അങ്ങക്ക് ഖിദ്മത്ത് ചെയ്തത് അങ്ങ് സന്തോഷമായി സ്വീകരിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ ഹബീബായ നബിയേ, എനിക്ക് ഞാനൊരു
ഞാനൊരു സമ്മാനം പകരമായി ചോദിക്കട്ടെയോ? അള്ളാഹുവിന്റെ റസൂല് അനസിന്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് സന്തോഷത്തോടെ അവിടുത്തെയുടെ പാൽപുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാ, അനസ്, ചോദിച്ചോളൂ അനസേ, ചോദിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂല് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചോ എന്നങ്ങ് പറഞ്ഞാൽ റസൂലുള്ള അങ്ങനെ പറയൽ കുറവാണ്. ചോദിച്ചോ എന്ന് റസൂലുള്ള അങ്ങ് പറഞ്ഞാൽ പിന്നെ അതങ്ങ് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും കിട്ടുന്ന നിമിഷമായിരിക്കും അത്. പക്ഷെ അനസിനപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. മദീനയിലെ ഏക്കർ കണക്കിന് ഈന്തപ്പനത്തോട്ടം ചോദിക്കാം, ഒട്ടകക്കൂട്ടങ്ങളെ ചോദിക്കാം, സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഹബീബായ നബിയെ, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കടക്കണമെന്ന് ചോദിക്കാം, എനിക്ക് അങ്ങയെ സ്വർഗത്തിലെ ഖാദിമായ അങ്ങനെ സ്വീകരിക്കണമെന്ന് ചോദിക്കാം, അങ്ങനെ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം നിർത്തണമെന്ന് ചോദിക്കാം, സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ തരണമെന്ന് ചോദിക്കാം. പക്ഷെ ഇതൊന്നും ചോദിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ഇന്ന് വരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, ആർക്കും അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു സ്വലാത്ത് അങ്ങനെക്ക് പറഞ്ഞു തരുമോ ഹബീബേ? ഇതാ ചോദിച്ചു. ഇത് ചോദ്യാന്ന് നോക്കിയേ. അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ 24 മണിക്കൂറും കഴിയുന്ന ആൾ ചോദിക്കുന്ന എന്താ, എനിക്ക് റസൂലുള്ള അങ്ങയുടെ പേര് ചൊല്ലാൻ ഒരു സ്വലാത്ത് തരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാണോ നീ ചോദിക്കുന്നത് എന്ന അത്ഭുതത്തോടെ നോക്കിയപ്പോൾ, യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് മാത്രം ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു സ്വലാത്ത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് കൊടുത്തു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം. ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ സ്വലാത്ത് കിട്ടിയപ്പോൾ 1000 സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ അനസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് സ്പീഡിൽ കൊടുങ്കാറ്റ് പോലെ ഓടി വരികയാണ്. പെട്ടെന്ന് ഉമർ വാതുക്കൽ എന്നിട്ട് തടഞ്ഞു. നിക്കനസേ, എങ്ങോട്ടാ ഈ ഓട്ടം? എന്താ ഇത്ര സന്തോഷം? അതെനിക്ക് റസൂലുള്ള ഒരു സാധനം തന്നു. റസൂലുള്ള തന്നോ? എന്താ പറ? ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അനസ് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം എന്നൊരു സ്വലാത്ത് എനിക്ക് മാത്രമായിട്ട് തന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അനസേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയത്തിന്റെ പ്രതീകമാണ്. അവിടുന്ന് സയ്യിദുന എന്ന് തന്റെ പേരിന്റെ കൂടെ ചേർത്ത് പറയില്ല. പക്ഷെ നമ്മൾ അത് ചേർക്കാതെ പറയരുത്. അതുകൊണ്ട് നീ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം എന്ന സ്വലാത്ത് നീ ചൊല്ലെന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇത് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സയ്യിദിനാ കൂടെ ചേർത്തെന്ന്. പക്ഷെ ഉമർ അങ്ങനെ ചേർത്തു എന്ന് പറഞ്ഞപ്പോ, ഉമറിനെ അങ്ങനെ ചേർക്കാൻ എന്താ അവകാശം എന്ന് ചോദിച്ചിട്ട് റസൂലുള്ള തട്ടിത്തെറിപ്പിച്ചില്ല. അള്ളാഹിന്റെ റസൂല് പുഞ്ചിരിച്ചു. ഉമർ ചെയ്യുന്നത് മാതൃക അല്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ അവർ ആ വിഷയത്തിലുള്ള പരിജ്ഞാനക്കുറവ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു നടക്കുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ചേർത്ത സയ്യിദുനാ കൂടി ചേർത്തുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മരണം വരെ ചൊല്ലിയ സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വലാത്ത് അൽഹംദുലില്ലാഹ് വിനീതനായ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സ്വലാത്ത് ഒരുപാട് കൈവഴികൾ മറിഞ്ഞു അഭിവന്ദ്യനായ ഗുരുവര്യനിലൂടെ വിനീതനായ എനിക്കും ആ സ്വലാത്ത് കിട്ടിയിട്ടുണ്ട്. ആ സ്വലാത്ത് ഞാൻ എല്ലാ സദസ്സിലും ചൊല്ലാൻ വേണ്ടി പറയാറുണ്ട്. രാവിലെ ഒരു 100 സ്വലാത്ത്, വൈകിട്ടൊരു 100 സ്വലാത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വലാത്ത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിരവധി ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് 100, 200, 300, 500, 1000, 2000, 3000 എന്ന കണക്കിന് ദിവസവും ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്ന ചെറുപ്പക്കാരുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ കാസർഗോഡ് ജില്ലക്കാരനായ ഇപ്പോൾ UK-യിൽ ലണ്ടനിൽ MBA-ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊന്നുമോനുണ്ട്. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവന്റെ കോള് ഫോണിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ വേറൊരു തിരക്കിലായത് കൊണ്ട് ഞാൻ എടുത്തില്ല. മൻസൂർ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ, അൽഹംദുലില്ലാഹ് പൊന്നുമോൻ അവൻ +2 പഠിക്കുന്ന സമയം മുതൽ CD കേട്ടിട്ട് സ്വലാത്ത് എല്ലാം തുടങ്ങിയതാ. 1000, 2000, 3000 എന്ന കണക്കിന് സ്വലാത്ത്. അവൻ അത്ഭുതകരമായ ഒരുപാട് നേട്ടങ്ങൾ ആ സ്വലാത്ത് കൊണ്ട് റബ്ബ് അവന് കൊടുത്തിട്ടുണ്ട്. ഉഖ്റവിയായ നേട്ടങ്ങൾ അത്ഭുതകരമായി കിട്ടിയത് മാത്രമല്ല, ദുനിയവിയായ നേട്ടങ്ങൾ അൽഹംദുലില്ലാഹ് എത്രയാ. അവൻ അവിടെ ചെന്നപ്പോൾ അവന്റെ അഡ്മിഷന്റെ കാര്യത്തിൽ അവന്റെ കൂടെ പോയ പലരുടെയും അഡ്മിഷൻ തള്ളിയപ്പോൾ അവൻ എന്നെ പാതിരാത്രിക്ക് വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, എനിക്ക് മാത്രം വന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രം വളരെ എളുപ്പമായി അഡ്മിഷൻ കിട്ടി, സ്വലാത്തിന്റെ ബർക്കത്താ. എന്നിട്ട് അവൻ എന്നോട് പിന്നെ വിളിച്ചു പറയുന്നു, പരീക്ഷ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ പഠിക്കുന്ന ആ സ്ഥാപനത്തില് എന്റെ കൂടെയുള്ള എല്ലാവരും ഇംഗ്ലീഷ് ഗംഭീരമായി സംസാരിക്കുമ്പോ ഞാൻ കേരളത്തിലും മംഗലാപുരത്തും പഠിച്ചിട്ട് വന്ന ഞാന് മലയാളം ചേർന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ട് ഇവിടെ എല്ലാവരും പരിഹസിക്കുമായിരുന്നു. പക്ഷേ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഗംഭീരമായി സംസാരിക്കുന്ന ഇവിടുത്തെ മറ്റു
കുട്ടികൾ, ആ കുട്ടികളൊക്കെ ഗംഭീരമായി പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന ക്ലാസ് പോലും എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാകാത്തത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്വലാത്തിന്റെ ബർക്കത്താ ഉസ്താദേ, എന്റെ കൂടെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന അമേരിക്കക്കാരുൾപ്പെടെയുള്ള കുട്ടികൾ പരീക്ഷയിൽ 2-3 വിഷയത്തിന് തോറ്റപ്പോൾ എനിക്ക് എല്ലാ വിഷയത്തിനും ക്ലാസ് മാർക്കോടെ ജയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് അവിടെ പോയപ്പോൾ മറ്റ് പല ഇംഗ്ലീഷിന്റെ വിദഗ്ധന്മാരായ കുട്ടികളും തള്ളപ്പെട്ടപ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് ജോലി കിട്ടി. സ്വലാത്താണ്, സ്വലാത്താണ്, സ്വലാത്തിന്റെ മഹത്വമാണ്. എവിടെ പോയാലും രക്ഷപ്പെടാൻ സ്വലാത്ത് കൊണ്ട് കഴിയും, എവിടെ പോയാലും രക്ഷപ്പെടുത്താൻ സ്വലാത്തിന് കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനീതനായ ഞാൻ അനുഭവസ്ഥനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരെയും ഇന്റർവ്യൂ കാണിക്കാത്ത അതികഠിനമായ രോഗം ബാധിച്ച രാത്രികളില് കോയമ്പത്തൂർ ജയിലിന്റെ ഇരുളടഞ്ഞ ആ സെല്ലിനുള്ളില് എന്നെ പിടിച്ചു നിർത്തിയത് എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വർദ്ധിപ്പിച്ച സ്വലാത്താണ്. സ്വലാത്ത് രക്ഷയാണ് മക്കളെ, സ്വലാത്ത് രക്ഷയാണ്. എത്ര ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. എത്ര ചെറുപ്പക്കാരാ. ഞാൻ അടുത്ത സമയത്ത് കൊല്ലം ജില്ലയിൽ ഒരിടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOയുടെ പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ അങ്ങനെ റസൂലുള്ളാഹിയെ സ്വപ്നം കാണാൻ പറ്റുമോ? ഹബീബായ നബി അങ്ങനെ സ്വപ്നം കാണാമെന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ ചോദിച്ചു, പൊന്നുമോനെ, നീ SIOക്കാരനല്ലേ? നീ ജമാഅത്തിന്റെ സ്ഥാപനമായ IPHന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ? ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്. എന്നാൽ നീ സൈനബുൽ ഗസാലിയുടെ ജയിലനുഭവങ്ങൾ എന്ന പുസ്തകം നീ വാങ്ങിച്ചു വായിക്ക്. ഇഖ്വാനുൽ മുസ്ലിമീന്റെ പ്രവർത്തകയായ, ജമാഅത്ത് മാതൃകയാക്കുന്ന ഇഖ്വാനുൽ മുസ്ലിമീന്റെ പ്രവർത്തകയും നേതാവുമായിരുന്ന സൈനബുൽ ഗസാലി ജയിലനുഭവങ്ങൾക്കകത്ത് എഴുതുന്നുണ്ട്. ജയിലനുഭവങ്ങളിൽ അവരെ പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളക്കാര് ഇടുങ്ങിയ പട്ടാള സെല്ലിനകത്തിട്ട് അവരെ ക്രൂരമായി തല്ലിച്ചതച്ച് അവരെ അങ്ങേയറ്റം പീഡിപ്പിച്ച് വേദനിപ്പിച്ച് വേദന സഹിക്കാനാവാതെ അടികൊണ്ട് അവശയായ സൈനബുൽ ഗസാലി പറയുന്നു, ഞാൻ ആ ഭിത്തിയിലേക്ക് ചാരി നിന്ന് പോയി. അടികൊണ്ട് അവശയായി ദിവസങ്ങളോളം ഉറങ്ങാത്ത ഞാന്, ഭക്ഷണം കിട്ടാത്ത ഞാന്, തളർന്ന അവശയായ ആ ഭിത്തിയിലേക്ക് ചാരി നിൽക്കുമ്പോൾ സൈനബുൽ ഗസാലി എന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സൈനബുൽ ഗസാലി എന്ന ഇഖ്വാനുൽ മുസ്ലിമീന്റെ നേതാവ് എഴുതുകയാ, ഞാൻ ആ ചാരി നിൽക്കുന്ന നിപ്പിൽ ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, സൈനബ്, യാ സൈനബ്, പ്രിയപ്പെട്ട സൈനബേ, ദുഃഖിക്കണ്ട, ഈ പീഡനങ്ങൾ കൊണ്ട് ദുഃഖിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ വേദനിക്കണ്ട എന്ന് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട് പറഞ്ഞു എന്ന് സൈനബുൽ ഗസാലി പറഞ്ഞത് IPH പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വാങ്ങിച്ചു നോക്കൂ, വായിച്ചു നോക്കൂ മോനെ എന്ന് പറഞ്ഞു വായിച്ച SIOക്കാരനായ ചെറുപ്പക്കാരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ വായിച്ചു, ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ സൈനബുൽ ഗസാലിക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സൈനബുൽ ഗസാലിക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ. അള്ളാഹുമായിട്ട് അടുത്തോ, അള്ളാഹുവിന്റെ ഹബീബുമായിട്ട് അടുത്തോ. മൂവാറ്റുപുഴയിലെ നവാസ് എന്ന ചെറുപ്പക്കാരനുണ്ട്. ഞാൻ എന്റെ സഹോദരങ്ങൾക്ക് പിറകിന് പറയുന്ന സംവിധാനത്തിൽ അവന്റെ ഫോൺ നമ്പർ ഞാൻ അയച്ചു തരാൻ തയ്യാറാണ്. ആ നവാസ് എന്ന പൊന്നുമോൻ എന്റെ പ്രസംഗത്തിലൂടെ സ്വലാത്ത് കേട്ട് ചൊല്ലാൻ തുടങ്ങി. ഇപ്പൊ ദിവസം 3000, 4000, 5000 സ്വലാത്ത്. 3 മണിക്ക് പള്ളിയിൽ പോയിരുന്ന് സുബഹി വരെ തഹജ്ജുദ് കഴിഞ്ഞ് സ്വലാത്ത്. ആ പൊന്നുമോൻ എന്നോട് പറയുന്നത്, അവൻ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ വളരെ വലുതാണ്. ഞാൻ രാത്രിയിലും എറണാകുളത്തിന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ബെഡ്റൂമിലിരുന്ന് 1 മണിക്കൂർ സ്വലാത്തിനെ പറ്റി സംസാരിച്ചു പോയി. ആ പൊന്നുമോൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ പ്രസംഗം ഒരു വേദിയിൽ കേൾക്കുന്നത് വരെ 5 വഖത്ത് വല്ലപ്പോഴും ഒക്കെ നിസ്കരിക്കാറുണ്ടായിരുന്നെങ്കിലും 5 വഖത്ത് നിസ്കാരവും ജമാഅത്തായിട്ട് പള്ളിയിൽ പോയിട്ട് തുടർച്ചയായിട്ട് വിശുദ്ധ റമദാനിൽ പോലും നിസ്കരിച്ചിട്ടില്ല. നമസ്കാരത്തിൽ അലസതയായിരുന്നു. പക്ഷേ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ് സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഞാൻ സ്വലാത്ത് അങ്ങ് വർദ്ധിപ്പിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ സുബഹിക്ക് എത്രയോ മണിക്കൂർ മുമ്പ് പള്ളിയിൽ പോകുന്നു. 1 വഖത്ത് പോലും ഞാൻ ജമാഅത്ത് മുടക്കുന്നില്ല. 5 നേരവും പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. എനിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി. സ്വലാത്ത് കൊണ്ട് ഞാൻ വളരെ മുന്നേറി എന്ന് മാത്രമല്ല, ആ നാട്ടിലെ നല്ല ധർമ്മിഷ്ഠ
സമ്പന്നനായ പള്ളിക്ക് ഒരുപാട് പൈസ കൊടുക്കുന്ന, അനാഥ കുഞ്ഞുങ്ങളെ കെട്ടിക്കാനൊക്കെ കാശ് കൊടുക്കുന്ന നല്ല ഒരു സഹോദരൻ. ആ സഹോദരൻ പള്ളിയിൽ ജമാഅത്തായിട്ട് വരാത്തത് കണ്ടിട്ട് ആ സഹോദരന്റെ അടുക്കൽ പോയിട്ട് നവാസ് ചോദിക്കുക. എന്നോട് നവാസ് പറഞ്ഞതാ, ഒരു പാതിരാത്രിയിൽ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞതാ, ഉസ്താദേ ഞാൻ പോയി ചോദിച്ചു, എന്താണ് നിസ്കരിക്കാത്തത്? നിങ്ങൾ ഒരുപാട് ധർമ്മം ചെയ്യാറുണ്ടല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ, പക്ഷെ എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത്? നമസ്കാരം എന്താ നിലനിർത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മങ്ങി. അദ്ദേഹം എന്നെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി രഹസ്യമായി മുറിക്കകത്തിരുത്തിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് ധർമ്മങ്ങൾ കൊടുക്കാറുണ്ട്, അനാഥ പെൺകുട്ടികളെ കെട്ടിക്കാറുണ്ട്, പള്ളിക്ക് പൈസ കൊടുക്കാറുണ്ട്, പക്ഷേ എന്നിൽ മദ്യപാനം എന്ന ദുർഗുണമുണ്ട് മോനെ. ആർക്കും അറിയില്ല ഞാൻ മദ്യപിക്കുമെന്ന്, പക്ഷേ എനിക്ക് മദ്യപിക്കാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റൂല. വിലപിടിപ്പുള്ള മദ്യങ്ങൾ വാങ്ങി രഹസ്യമായി വീട്ടിൽ സൂക്ഷിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടാ ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. നവാസ് പറഞ്ഞു, ഞാൻ പറഞ്ഞിക്കാ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അങ്ങ് സ്വലാത്ത് ചൊല്ല്, സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിക്കൊടുത്തു. ഞാനൊരു തസ്ബീഹും കൊടുത്തു. സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു. അദ്ദേഹം 1000, 500, 2000 എന്ന കണക്കിന് സ്വലാത്ത് ചൊല്ലി. ഇപ്പോ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു, ആ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നവാസേ, വർഷങ്ങളായി വിശുദ്ധ റമളാനിൽ പോലും മാറ്റി നിർത്താൻ കഴിയാതിരുന്ന ദുസ്വഭാവം അതെനിക്ക് മാറി നവാസേ. ഞാൻ ഇന്ന് നിന്നെ വിളിക്കുന്നത് 40 ദിവസം തുടർച്ചയായിട്ട് സുബഹി ഉൾപ്പെടെ 5 വഖത്ത് ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിച്ച് ഇന്ന് 40ാമത്തെ ദിവസം ഇശാ കഴിഞ്ഞിട്ടാ നിന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് നവാസിനോട് പറഞ്ഞു എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാർത്ത എന്നോട് നവാസ് എന്നെ വിളിച്ചുകൊണ്ട് എന്ത് സന്തോഷത്തോടാ പാതിരാത്രിയിൽ പറയുന്നത്. മക്കളെ, സ്വലാത്ത് ചൊല്ലിക്കോ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, അള്ളാഹുവിന്റെ ഹബീബിൽ വിശ്വാസമുണ്ടോ, നമസ്കരിക്കാൻ തുടങ്ങിക്കോ, സ്വലാത്തങ്ങ് ചൊല്ലിക്കോ, സ്വലാത്തങ്ങ് ചൊല്ലിക്കോ. പോക്കറ്റിൽ ഒരു തസ്ബീഹ് വെച്ചേക്ക് മക്കളെ. മൊബൈൽ ഫോണിൽ ആ സെക്സ് നിറഞ്ഞ മെമ്മറി കാർഡ് വലിച്ചെറിയു പൊന്നുമോനെ. വീട്ടില് ആ സെക്സ് നിറഞ്ഞ പേപ്പറുകളും സെക്സ് നിറഞ്ഞ സീഡികളും വലിച്ചെറിയു പൊന്നുമോനെ. പ്രിയപ്പെട്ട ഭാര്യമാരോടും ഉമ്മമാരോടും സഹോദരിമാരോടും ഈ ചാനലുകളിലെ ഈ സീരിയലുകളോട് വിട പറയാൻ പറയൂ പൊന്നുമോനെ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, സ്വലാത്തങ്ങ് ആരംഭിക്ക്, സ്വലാത്തങ്ങ് ആരംഭിക്ക്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങ്. അള്ളാഹുവിന്റെ റസൂലിനെ ഖൽബിലേക്ക് കയറ്റ്. ഹബീബായ നബിയോട് ഇഷ്ടം വെക്ക്. എന്നിട്ട് മരിക്കാൻ തയ്യാറാക്, മരണത്തിന് തയ്യാറാക്. ഏത് നിമിഷമാണ് മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വരുന്നതെന്നറിയില്ലല്ലോ മക്കളെ. മരണം എങ്ങനെയാ വരുന്നതെന്നറിയോ? മരണം എങ്ങനെയാ കടന്നു പിടിക്കുന്നതെന്നറിയോ? ഈ വിനീതനായ എന്നെ ജീവന തുല്യം സ്നേഹിച്ച ഒരു പൊന്നുമോൻ ശാസ്താംകോട്ടയില് അൻവാർ ശരിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന 25 വയസ്സ് തികയാത്ത പൊന്നുമോനാ. അവന്റെ വാപ്പ ഗൾഫിൽ വെച്ച് ഹാർട്ട് അറ്റാക്കിൽ മരിച്ചതാ. ഉമ്മായിക്ക് ആ ഒരൊറ്റ പൊന്നുമോനാണുള്ളത്, ഒരേ ഒരു മോനാ. ആ ഒരൊറ്റ മകനായ പൊന്നുമോൻ അവൻ ഗൾഫിൽ പോയി 2 കൊല്ലം നിന്നു. 2 കൊല്ലം ജോലി ചെയ്തിട്ട് അവൻ നാട്ടിലേക്ക് വന്നു. വാടക വീട്ടിൽ ആ ഉമ്മ താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ താമസിക്കുന്ന ഉമ്മായോടൊപ്പം വന്ന് 2 മാസം കഴിഞ്ഞു. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ കല്യാണം കഴിക്കടാ. ഇല്ല ഉമ്മ, ഞാൻ 6 മാസത്തെ അവധിക്ക് വന്നതാണെങ്കിലും ഞാൻ പോവുകയാ, എന്തെങ്കിലും ഒരു വീടൊക്കെ ആയിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ തിരിച്ചു പോയി. 2 മാസേ ആയുള്ളൂ. 6 മാസത്തെ അവധി ഉണ്ടായിരുന്നു. പക്ഷെ 6 മാസത്തെ അവധിയിൽ അവൻ നിന്നില്ല. 5 മാസം നിന്നില്ല, 4 മാസം നിന്നില്ല. 2 മാസമായപ്പോ ഞാൻ പോവാ ഉമ്മ, ഞാൻ നിൽക്കുന്നില്ല, ഞാൻ അവിടെ പോയി ജോലി ചെയ്യട്ടെ, എന്തിനാ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ പൊന്നുമോൻ പോവുകയാ. അവനങ്ങ് ചെന്ന് ജോലിക്ക് സ്ഥാപനത്തിൽ കയറിയില്ല. വിനീതനായ എന്നെ പോകുന്ന എന്റെ തലേ ദിവസം അൻവാർ ശരീയിൽ വന്നിട്ട് എന്നോട് ഒരുപാട് സ്നേഹപ്രകടനം നടത്തി ദുആ ചെയ്യാനൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ
ആവേശത്തോടെ കൈപിടിച്ചു പോയ മോനാ. ആ പൊന്നുമോനങ്ങെത്തി. രണ്ടാമത്തെ ദിവസം കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ എന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് പറയുകയാ, ഉസ്താദേ, അവന്റെ പേര് പറഞ്ഞിട്ട് അവൻ നുജൂമ് മരിച്ചുപോയി ഉസ്താദേ. എന്താ ഞാൻ ചോദിക്കുന്നത്, ഏത് നുജൂമിന്റെ കാര്യമാ നീ പറയുന്നത്? ഉസ്താദേ, ഞാൻ അൻവാറിൽ വന്ന് ഉസ്താദിനെ കണ്ടിട്ട് ഗൾഫിലേക്ക് പോയ നുജൂമ്. എന്താ നീ പറയുന്നത്? അതെ, അവനെവിടെ എത്തി? അവന്റെ കൂടെയുള്ള റൂമുകാരന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ഒന്ന് ചുമച്ചിട്ടങ്ങ് താഴെ വീണു. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവൻ മരിച്ചു കഴിഞ്ഞു. അവന്റെ പ്രിയപ്പെട്ട ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൻ ഇവിടുന്ന് മരിച്ച് ഇവിടെ മയ്യത്തടക്കാൻ വിധിക്കപ്പെട്ടിരുന്നെങ്കിൽ 6 മാസത്തെ ലീവിന് വന്നവന് 2 മാസം കഴിഞ്ഞപ്പോ പോകില്ലായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് അവൻ പോയത്. അള്ളാഹു അവന്റെ മരണം അവിടെ വെച്ച് നിശ്ചയിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാ. അതുകൊണ്ട് അവന്റെ ഉപ്പാന്റെ മയ്യത്ത് അവിടെ ആണല്ലോ അടക്കിയത്, അവന്റെ മയ്യത്തും അവിടെ തന്നെ അടക്കിയേക്കൂ എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട ഉമ്മ അനുവാദം കൊടുത്തു. ആ വീട്ടിന് ദുആ ചെയ്യാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ പോകുമ്പോൾ അകത്തു നിന്നുള്ള ആ മാതാവിന്റെ നിലവിളി ഇന്നും എന്റെ കർണപുടങ്ങളിൽ അലയടിക്കുകയാ. സഹോദരങ്ങളെ, മരണം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. വയസ്സ് 26 തികഞ്ഞിട്ടില്ല. 6 മാസത്തെ ലീവിൽ വന്നതാ. കല്യാണം കഴിക്കാൻ ഉമ്മ പറഞ്ഞതാ. 2 മാസമായപ്പോ തിരിച്ചു പോയി. പിറ്റേ ദിവസം അവിടുന്ന് മരിക്കുകയാ. എന്റെ സഹായിയായ റജീബിനെ നിങ്ങൾക്ക് പലർക്കും അറിയാം. റജീബിന്റെ ഭാര്യ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവന്റെ ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ മകൻ അടുത്ത സമയത്ത് 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കുട്ടി മരിച്ചു. എങ്ങനാ മരിച്ചതെന്നറിയോ? അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാ. ആ പൊന്നുമോൻ പോയി. അവൻ സ്കൂളിൽ ചെന്നു. പെട്ടെന്ന് ഛർദിക്കാൻ തുടങ്ങി. അതികഠിനമായി ഛർദിക്കുന്ന പൊന്നുമോനെ അധ്യാപകരൊക്കെ കൂടിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് ചെന്നപ്പോഴേക്ക് ആ കുഞ്ഞിന്റെ ശരീരം മൊത്തം നീല നിറമായി. നീല നിറമായി ആ ശരീരം. എന്നിട്ട് ആ പൊന്നുമോൻ, ആ ശരീരം നീല നിറമായ പൊന്നുമോൻ അങ്ങ് മരിച്ചുപോയി. ആ മരിച്ചുപോയ പൊന്നുമോനെ പരിശോധിച്ച ഡോക്ടർമാര് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ശരീരത്തെ കഠിനമായ വിഷം കലർന്നിട്ടുണ്ട്. അവന്റെ മാതാവിന്റെ അടുക്കൽ പോയി. അവന്റെ മാതാവ് സമ്മതിക്കൂല. അങ്ങനെ അവന്റെ ശരീരത്തിൽ വിഷം പോകാൻ ഒരു കാര്യവും ഇല്ല. ഡോക്ടർമാര് ചോദിച്ചു, രാവിലെ എന്ത് ഭക്ഷണമാ കഴിച്ചത്? കഴിച്ച ഭക്ഷണം ഞങ്ങളൊക്കെ കഴിച്ച ദോശയും ചമ്മന്തിയുമാ കഴിച്ചത്. അതാണോ അവനും കഴിച്ചത്? അതാണ് അവനും കഴിച്ചത്. എന്നിട്ടെന്തേ വേറൊന്നും കഴിച്ചില്ലേ? വേറൊന്നും കഴിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. മോന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുത്തോ? ആ 1 ഗ്ലാസ് പാൽ അധികം കൊടുത്തു. ആ പാൽ എവിടെ? ആ പാല് ഫ്രിഡ്ജിൽ നിന്നെടുത്താ കൊടുത്തത്. അതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ? ഉണ്ട്. പോയി നോക്കുമ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ പാലിരിക്കുന്നു. ആ പാല് നീല നിറത്തിലിരിക്കുന്നു. എന്താണ് ഈ പാലിൽ നീല നിറം വന്നത്? അത്ഭുതത്തോടെ എല്ലാവരും നോക്കുകയാ. ആ ഫ്രിഡ്ജിൽ പാലിരുന്ന തട്ടിന്റെ മുകളിലത്തെ തട്ടില് ചീര തലേ 2 ദിവസം മുമ്പ് വാങ്ങിക്കൊണ്ട് വെച്ച ചീര കെട്ടുകെട്ടായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ചീര ഇരിക്കുന്ന കെട്ടെടുത്തിട്ട് ഒരു കെട്ട് ചീര എടുത്തങ്ങ് പൊട്ടിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ചീരക്കകത്തുനിന്ന് മൂർഖൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ചാടുന്നു. ആ ചീരക്കകത്ത് മൂർഖൻ കുഞ്ഞ് നേരത്തെ എങ്ങനെയോ കയറിയ മൂർഖൻ കുഞ്ഞ്, അതല്ലെങ്കിൽ മൂർഖന്റെ മുട്ട എങ്ങനെയോ അകത്തിരുന്നത് വിരിഞ്ഞ് മൂർഖൻ കുഞ്ഞ് ചീരയിൽ നിന്ന് പുറത്തിറങ്ങി. ഫ്രിഡ്ജിലിരുന്ന മൂർഖൻ കുഞ്ഞ് ഫ്രിഡ്ജിൽ തൊട്ടടുത്ത് താഴെ വെച്ചിരുന്ന പാൽ പാത്രത്തിൽ ആ മൂർഖൻ കുഞ്ഞ് വന്നൊന്ന് മുത്തി. അതൊന്ന് തൊട്ടു. അതിന്റെ വിഷം ആ പാലിലായി. ആ പാൽ ആ പൊന്നുമോൻ കുടിച്ചു. ആ പൊന്നുമോൻ അങ്ങ് മരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം വരുന്നത് എങ്ങനെയാ? ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യമാണോ? ചീര വാങ്ങി മാർക്കറ്റിൽ നിന്ന് കൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്ന ചീരയില് മൂർഖന്റെ കുഞ്ഞിരിക്കുമെന്ന്, അടുത്തിരുന്ന പാലിൽ ആ കുഞ്ഞു പോയി ആ പാലിൽ തൊടുമെന്ന്. ചുരുക്കത്തില് സഹോദരങ്ങളെ, മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. വിനീതനായ മഅ്ദനി നാളെ പാലക്കാട് പോകേണ്ടതാ. രാത്രിയിൽ എറണാകുളത്ത് എത്തേണ്ടതാ. അബ്ദുൽ നാസർ മഅ്ദനിയുടെ പ്ലാനിങ്ങുകൾ നടക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ മക്കളെ? എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങള്, നാളെ എന്തൊക്കെ കാര്യങ്ങളാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാ പ്ലാൻ ചെയ്തത്? വിനീതനായ ഞാൻ തെന്നലയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടെ കൂടിയ 10,000ങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മേളിലേക്ക് കയറി പുറത്തെ ഭൂമിയിൽ കയറി നിന്ന പാവപ്പെട്ട സഹോദരനല്ലേ ഒരു പൊന്നുമോൻ. ആ പൊന്നുമോൻ ബാക്കിലേക്ക് ആള് കൂടി വന്നപ്പോൾ പുറകോട്ട് നടന്നുകൊണ്ടിരുന്നു. ചുറ്റുമതിലില്ലാത്ത കിണറിൽ ചെന്നങ്ങ് വീണില്ലേ? വിനീതനായ ഞാൻ പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് ആ പൊന്നുമോൻ മരിച്ചില്ലേ? ഞാൻ പരിശുദ്ധമായ ഹജ്ജിന് പോയപ്പോ അവന്റെ ഉപ്പാനെ ഞാൻ ജിദ്ദയിൽ വെച്ച് കണ്ടു. അല്ലാഹുവേ, ആ പാവപ്പെട്ട മനുഷ്യന്റെ കരച്ചില്, ഒരേ ഒരു മകനുള്ള ആ പൊന്നുമോൻ മരിച്ച ആ പാവപ്പെട്ട മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലറി വിളിച്ച് നിലവിളിക്കുകയായിരുന്നു. ഇന്നലെ
വിനീതനായ ഞാൻ പ്രസംഗിച്ച എന്റെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പോയ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന് വണ്ടി ആക്സിഡന്റ് ആയിട്ട് മരിച്ച് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അടക്കുകയാണ്. സഹോദരങ്ങളെ, മരണം നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. മാതനി പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് മരണം നീട്ടിത്തരില്ല മക്കളെ. എന്റെ മുന്നിലിരിക്കുന്നവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകും, ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നവരാകും. കാശുള്ളവരുണ്ടാവും, വാചകശേഷിയുള്ളവരുണ്ടാവും, നന്നായിട്ട് ബൈക്ക് റേസിംഗ് നടത്താൻ അറിയുന്നവരുണ്ടാവും, നന്നായിട്ട് കരാട്ടയും കളരിയും കുങ്ഫുവും പഠിച്ചവരുണ്ടാവും. പക്ഷെ ഇതൊന്നും മരണത്തിന് സമീപിക്കുന്നതിന് തടസ്സമല്ല. ആരോഗ്യം ഇന്നുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, എന്റെ പാർട്ടിയുടെ പ്രവർത്തകൻ കൂടിയായ ഒരു സഹോദരൻ ഇന്ന് വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹോട്ടലിൽ വെച്ച് എന്നോട് കണ്ണുനീരടങ്ങാതെ പറയുകയാ, പൊന്നുമോൻ, ഒരൊറ്റ പൊന്നുമോൻ, ഒരു തെറ്റിനും പോകാത്ത പൊന്നുമോൻ, ഒരു കുഴപ്പത്തിനും പോകാത്ത പൊന്നുമോൻ. ആ പൊന്നുമോന്റെ രോഗം എന്താണെന്നറിയോ? ആ പ്രിയപ്പെട്ട മകന്, ചെറുപ്പക്കാരനായ പൊന്നുമോന്, അവൻ 5 നേരം നിസ്കരിക്കും. സുബഹി ഉൾപ്പെടെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കും. നേരെ വീട്ടിൽ വരും. ഒരു കൂട്ടുകെട്ടുമില്ല, ഒരു മോശമായ രീതിയുമില്ല. ആ പൊന്നുമോന് എപ്പോഴോ ഒരു മുറിവുണ്ടായപ്പോൾ ആ മുറിവിന് വേണ്ടി നടത്തിയ ചികിത്സയിലോ ഇഞ്ചക്ഷനിലോ കൂടിയിട്ട് അവന്റെ ഉള്ളിലേക്ക് HIV-യുടെ വൈറസ് കയറുകയാണ്. അടുത്ത സമയത്ത് പൊന്നുമോൻ അതികഠിനമായ ഛർദിലും രോഗവും കാരണം അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ആ പൊന്നുമോൻ HIV പോസിറ്റീവ് ആണെന്ന് പറയുന്നു. ഒരിക്കൽ പോലും തെറ്റായ വഴിയിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത 5 നേരം കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന, സുബഹിയുടെ ജമാഅത്ത് പോലും മുടക്കാതെ നിസ്കരിക്കുന്ന പൊന്നുമോന ഉസ്താദെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ പൊന്നുമോനെ കൊണ്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല. എപ്പോഴാണ് നിയന്ത്രണമില്ലാതെ ഛർദിക്കുന്നത്, തളർന്നു വീടുന്നതെന്നറിയില്ല. കരഞ്ഞലറി നിലവിളിച്ച് പറഞ്ഞു, അല്ലാഹുവേ, ആ പൊന്നുമോന്റെ രോഗം അത്ഭുതകരമായി നീ ശിഫയാക്കണേ അല്ലാ. നിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞ് ഈ സദസ്സിൽ വെച്ച് ചോദിക്കുക. ആ പ്രിയപ്പെട്ട പിതാവിന്റെ കണ്ണുനീര് കണ്ടിട്ട് താങ്ങാൻ കഴിയുന്നില്ല തമ്പുരാനെ. അല്ലാഹുവേ, ആ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഡോക്ടർമാര് ശാന്തിയില്ലെന്ന് പറഞ്ഞാൽ നീയാണല്ലോ ഏറ്റവും വലിയ ഷാഫി, നീയാണല്ലോ ഏറ്റവും വലിയ കാഫി. നിശിഫാഗ് നിന്റെ ഔദാര്യമാണല്ലോ. ആ പൊന്നുമോന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ, പടച്ചവൻ ഏത് നിലയിലാ പരീക്ഷിക്കുന്നതെന്നറിയില്ല, ഏത് നിലയിലാ മരണത്തിന് അടിമപ്പെടേണ്ടി വരുന്നതെന്നറിയില്ല, എപ്പോഴാ മരിക്കുന്നതെന്നറിയില്ല. പെട്ടെന്നൊരു അസ്വസ്ഥത വന്ന് ഡോക്ടർ എടുക്ക ചെന്നുമ്പോൾ 2 കിഡ്നിയും ഫെയിലിയർ ആയി പോയി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരിടത്ത് ചെന്നപ്പോൾ ലിവറിൽ ക്യാൻസർ ആണ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്ന ആ വാർത്തകൾ കേൾക്കേണ്ടി വരാതെ അല്ലാഹു എന്നെയും നിങ്ങളെയും കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മരണം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വരുമ്പോൾ, അസ്റായീൽ വന്നെന്ന് കേൾക്കുമ്പോൾ പരിഭ്രാന്തരായി നിലവിളിക്കേണ്ടി വരാതെ, എവിടെങ്കിലും അലറി രക്ഷപ്പെട്ടു ഓടേണ്ടി വരാതെ, മരണത്തിന്റെ ഘട്ടമാകുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട്, അലാ തഖാഫു വലാ തഹ്സനൂ, ദുഃഖിക്കണ്ട, പേടിക്കണ്ട, വബിശ്റൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. നിങ്ങൾ പ്രഭാതത്തിൽ ഉറക്കമൊഴിഞ്ഞ് പള്ളിയിലേക്ക് പോയില്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയില്ലേ? നിങ്ങളുടെ കൂട്ടുകാരിൽ പലരും സിനിമാ തിയേറ്ററുകളിലേക്ക് പോയപ്പോൾ നിങ്ങൾ മസ്ജിദുകളിലേക്ക് പോയില്ലേ? നിങ്ങളുടെ കൂട്ടുകാർ പലരും സിനിമാ പാട്ടുപാടി സമയം ചെലവഴിച്ചപ്പോൾ നിങ്ങൾ സ്വലാത്ത് കൊണ്ട് നാവ് നനച്ചില്ലേ? നിങ്ങൾ വിശുദ്ധ റമദാനിൽ പട്ടിണി നിന്നില്ലേ? നിങ്ങൾ നിഷിദ്ധമായ കാഴ്ചകളിൽ നിന്ന് കണ്ണിനെ സൂക്ഷിച്ചില്ലേ? അതുകൊണ്ട് സന്തോഷിച്ചുകൊള്ളു പൊന്നുമോനെ, ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഹൂറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്. താരാട്ടുപാടാൻ തോഴികൾ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്. കടം കണ്ണു കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട് എന്ന് മഹാനായ തഴവ ഉസ്താദ് പാടിയ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ അനുഗ്രഹീതമായ സ്വർഗം, ജന്നാത്ത് തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ, അരുവികൾ കൊണ്ട് നിറഞ്ഞ, ഹൂർലീങ്ങളെ കൊണ്ട് നിറഞ്ഞ, റഹ്മത്തുകൾ കൊണ്ട് നിറഞ്ഞ, ഒരിക്കലും തിരിഞ്ഞു ചിന്തിക്കേണ്ടി വരാത്ത സ്വർഗം. ആ സ്വർഗം കിട്ടണം മക്കളെ.
കത്തിയെരിയുന്ന നരകത്തെ തൊട്ട് രക്ഷപ്പെടണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മാറ്റത്തിന്റെ രാത്രിയാക്ക്, പരിവർത്തനത്തിന്റെ രാത്രിയാക്ക്, വിമോചനത്തിന്റെ രാത്രിയാക്ക്. ഈ അനുഗ്രഹീതമായ ഏപ്രിൽ മാസത്തെ ഈ പുണ്യമായ രാത്രി, ഏപ്രിൽ 10-ാം തീയതി ഈ അർദ്ധരാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മാറ്റത്തിന്റെ രാത്രിയാക്ക്. ഇവിടുന്ന് തീരുമാനമെടുക്ക്, നന്നാവാൻ തീരുമാനിക്കും. എന്ത് പറയുന്നു? ഇൻഷാ അല്ലാഹ് നന്നാകണ്ടേ? വേണ്ടേ? വേണോ? വേണം. എന്നാല് ഇന്ന് മുതലൊരു മാറ്റം. പോയവരൊക്കെ പൊക്കോട്ടെ. ഇത്രയും നേരം ഇരുന്നവർ, ഈ രാത്രി മൊത്തം ഇരുന്നവർ, അടുത്ത കാലത്ത് നിന്ന് ഇത്ര ചുരുങ്ങിയ ഒരു സദസ്സിൽ വാർന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും സന്തോഷമാ. ഈ ഇരുന്നവർ ഇവിടുന്ന് ഒരു തീരുമാനമെടുക്കുക. എല്ലാ ദിവസവും രാവിലെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 100 വട്ടം, വൈകിട്ട് 100 വട്ടം. ആ മൊബൈലിൽ നിന്ന് മറ്റേയൊക്കെ ഒന്ന് വലിച്ചിളക്കി കളഞ്ഞിട്ട്, മൊബൈൽ വെച്ചോ, അത്യാവശ്യത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ആളാ, പക്ഷെ ആവശ്യമുള്ളത് മാത്രം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് തസ്ബീഹ് പോക്കറ്റിലേക്ക് ഇട്. എല്ലാ ദിവസവും രാവിലെ ഇൻഷാ അല്ലാഹ് 100 സ്വലാത്ത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. റോഡൊക്കെ നിൽക്ക്, ദൂരെ നിൽക്കുന്നവർ കുറച്ച് അടുത്ത് നിൽക്ക്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. ദുആയിലേക്ക് കടക്കാൻ പോവുകയാ. സ്വലാത്ത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ചൊല്ലിയ. അല്ലാഹുമ്മ തുറക്കെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം. എല്ലാവരും ഒന്ന് ചൊല്ലിയ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം. ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാനൊരു സമ്മാനമായി രാത്രി തരികയാണ്. എന്റെ അഭിവന്ദ്യനായ ഗുരുവര്യനിൽ നിന്നുള്ള സമ്മാനമായിട്ട് രാവിലെ 100 വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം, വൈകിട്ട് 100 വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം. ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും രാവിലെയും വൈകിട്ടും ചൊല്ലുക. എന്നിട്ട് പ്രത്യേകമായിട്ട് താല്പര്യമുള്ളവർക്ക് ഞാനൊരു പ്രത്യേക സമ്മാനം തരിക. എന്താണെന്നറിയോ? ഈ റബീഉൽ അവ്വൽ 12-ന് ഞങ്ങൾ ഈ സ്വലാത്തിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് ജംഇയ്യത്തു അഹ്ലിസ് സ്വലാഹ് എന്ന പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ജംഇയ്യത്തു അഹ്ലിസ് സ്വലാഹ്. അതിൽ PDPയോ മുസ്ലിം ലീഗോ കോൺഗ്രസോ NDFോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. സ്വലാത്ത് എല്ലാം പറ്റുക, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയില് ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്താണെന്നറിയോ? അടുത്ത റബീഉൽ അവ്വൽ 12-ന് മുമ്പ് കേരളത്തിലെ 10,000 പേര് ചേർന്നിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 313 കോടി സ്വലാത്ത്. ആരും ഞെട്ടി മറിഞ്ഞു വീഴണ്ട. 313 കോടി സ്വലാത്ത് 10,000 പേര് കൂടി ചൊല്ലി തീർക്കുക. ഒരാള് 3,13,000 സ്വലാത്ത് ചൊല്ലുക. റബീഉൽ അവ്വൽ മുതൽ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ദിവസം 1000, 1100, 1300 എന്നൊക്കെ കണക്കിന് ചൊല്ലിയാൽ മതി. ഇപ്പൊ ആവുമ്പോ അല്പം കൂടെ ചൊല്ലണം. റബീഉൽ അവ്വൽ 12-ന്, അടുത്ത റബീഉൽ അവ്വൽ 12-ന് മുമ്പ് 313 കോടി സ്വലാത്ത്. ഒരാള് 3,13,000 സ്വലാത്ത്. അതായത് ഒരു ദിവസം 1000 സ്വലാത്ത്, അടുത്ത ദിവസം 1500 സ്വലാത്ത്, പിന്നെ ഒരു ദിവസം കുറഞ്ഞു പോയ 500 സ്വലാത്ത്, അതിനടുത്ത ദിവസം 2000 സ്വലാത്ത് എഴുതി വെച്ചിട്ട് അടുത്ത റബീഉൽ അവ്വൽ 12-ന് മുമ്പ് 3,13,000 സ്വലാത്ത് ചൊല്ലി തീർക്കണം. അത് JAS ജംഇയ്യത്തു അഹ്ലിസ് സ്വലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു ചുരുക്കപ്പേര്. ഇതിന് തയ്യാറുള്ളവർക്ക് ഞാൻ എന്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കും. 9846838833. പലർക്കും അറിയാവുന്നതാ പല CD-ലൊക്കെ. എന്നിട്ട് ഇങ്ങനെ വിളിയാണ്, ഞാൻ എടുക്കാറില്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇതിലും ഞാൻ ഫോണിൽ വിളിക്കാനും വർത്താനം പറയാനും ശൃംഗരിക്കാനും സല്ലപിക്കാനും ഒന്നും ഞാൻ നിൽക്കൂല. ഒരൊറ്റ കാര്യം, താല്പര്യമുള്ളവർ JAS എന്ന് കൊടുത്തിട്ട് നമ്പർ അതിലുണ്ടാവുമല്ലോ, അവരുടെ അഡ്രസ്സും അത് ഈ നമ്പറിലേക്ക് 9846838833 98 46 83 88 33 9846838833. സ്വലാത്ത് എല്ലാം പറ്റുന്നവർ അടുത്ത റബീഉൽ അവ്വൽ 12-ന് മുമ്പ് 3,13,000 സ്വലാത്ത്. ദിവസം 1000, 1500, ചില ദിവസം 500, ചില ദിവസം 2000. ഒരു തസ്ബീഹ് കയ്യിൽ വെക്കുക, കൗണ്ടിങ് തസ്ബീഹ്. എന്നിട്ട് അത് വെച്ചിട്ട് എങ്ങനെ ചൊല്ലുക, എഴുതി വെക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് റബീഉൽ അവ്വൽ ഇത്രയും സ്വലാത്ത് തീർത്തിട്ട് 10,000 പേരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് റസൂലുള്ളാഹിക്ക് അത് ഹദിയ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഇതാണ് തീരുമാനം.
അൽഹംദുലില്ലാ. ഇത് പറഞ്ഞങ്ങ് തീരുന്നതിന് മുമ്പ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജുകൾ ഇങ്ങനെ നിറഞ്ഞ്. എന്റെ പൊന്നോമന മക്കൾ ചെറുപ്പക്കാർ അൽഹംദുലില്ലാ 100 കണക്കിന് ആളുകൾ പല സ്ഥലത്തുനിന്ന് എവിടൊക്കെ ഇത് പറഞ്ഞോ അവിടെ നിന്നൊക്കെ സഹോദരന്മാര് സഹോദരിമാര് ആർക്കും തിരിച്ച് ഫോൺ അങ്ങോട്ട് ചെയ്യൂല. ഈ വരുന്നതൊക്കെ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വപ്നം കണ്ടവരെ പറ്റി ഒരു മെസ്സേജ് അത് അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുക, റസൂലുള്ളാഹിനെ കണ്ടോ? അത് അവര് കണ്ടവർ ഇഷ്ടപ്പെടുമെങ്കിൽ ആ വിവരം പറയും. അള്ളാഹിന്റെ റസൂലിനെ കണ്ട വിവരം അവർ പറയും. നവാസിനെ പോലെ അതികഠിനമായ രോഗം ബാധിച്ചിരുന്ന സ്ത്രീകളൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഇത്താ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ. അവരങ്ങ് ചൊല്ലി തുടങ്ങി. 4 ദിവസം കഴിഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു, പൊന്നു മോനെ എന്റെ അസുഖമൊക്കെ മാറിയിടാ. നവാസ് വലിയോ ആരിഫോ വലിയ മുർഷിദോ ഷെയ്ഖോ ഒന്നുമല്ല, വെറും സ്റ്റേജിൽ നിന്ന് പ്രസംഗം കേട്ട് റസൂലുള്ളാഹിയോട് പ്രേമം തുടങ്ങി സ്വലാത്ത് അങ്ങ് ചൊല്ലാൻ തുടങ്ങി. ദിവസം 3000 4000. അവന്റെ നാക്കിന് അള്ളാഹ് അസർ കൊടുത്തു. രോഗിയെ പോയി പറഞ്ഞിരിക്കുന്ന ഹാർട്ടിന്റെ നടുക്ക് ഒരു വലിയ ദ്വാരം ഉണ്ടായിരിക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ ആണെങ്കിൽ അതികഠിനമായ ഓപ്പറേഷനാണ്, വമ്പിച്ച തുക ചെലവ് വരുന്ന ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ആ കുഞ്ഞിനെ, ആ പൊന്നുമോനെ ഓപ്പറേഷൻ നടത്തുന്നത് കണ്ടാൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു വേദനാജനകമായ കാര്യമാണ്. അള്ളാഹു മഹാനാണ്, കാരുണ്യവാനായ നാഥ, കരുണാവാരിധിയായ തമ്പുരാനെ, ഷാഫിയായ നാഥ, എന്റെ ആ പ്രിയപ്പെട്ട മുഹമ്മദ് ഷാമിൽ എന്ന പൊന്നുമോന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ നാഥ, നീ ശിഫയാക്കി കൊടുക്കണേ നാഥ. അല്ലാഹുവേ, അത്ഭുതകരമായി നീ ശിഫയാക്കി കൊടുക്കണേ നാഥ. കഠിനമായ പല രോഗങ്ങളുടെ പേരിൽ ഓപ്പറേഷൻ തീരുമാനിച്ച് ഡേറ്റ് നിശ്ചയിച്ച് സ്കാൻ ചെയ്ത് രോഗം ഉറപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് ഫൈനലായി സ്കാൻ ചെയ്യുമ്പോൾ അത്ഭുതകരമായി ആ രോഗം മാറിയിട്ടുള്ള അനുഭവങ്ങള് അനാഥശാലയിലും പിഞ്ചു കുഞ്ഞുങ്ങളുടെ സ്വലാത്തിന്റെ സദസ്സിലും എത്തി മക്കളുടെ സദസ്സിലും ഒക്കെ ദുആ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, 100 കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ മഹത്വം പറഞ്ഞ് ഈ സദസ്സിൽ വെച്ച് ചോദിക്കയാ, ആ 2.5 വയസ്സുള്ള പൊന്നുമോന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അവന്റെ നെഞ്ച് കീറി മുറിക്കേണ്ട സാഹചര്യം വരാതെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അത്ഭുതകരമായ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെ മക്കളെയും കഠിനമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി വായ കൂടുകയും കണ്ണ് മേലോട്ട് തള്ളുകയും ചെയ്യുന്ന രോഗം. പല ഡോക്ടർമാരെയും കാണിച്ചു, രോഗം മാറുന്നില്ല. അല്ലാഹുവേ, ആ പൊന്നുമോളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോളുടെ അസ്വസ്ഥത എന്താണോ, എന്ത് ഷർറാണോ, ഏത് ബുദ്ധിമുട്ടാണോ, നീ കരുണ കൊണ്ട് നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ ആരിഫീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നുമോളുടെ രോഗം അത്ഭുതകരമായി നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ പൊന്നുമോക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. സന്തോഷകരമായ ജീവിതം കൊടുക്കണേ തമ്പുരാനെ.